ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ ആംഗുലർ മൊമെൻറ്റം എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ക്വിക്കായിട്ട് അതിൻ്റെ ബേസിക് ഐഡിയാസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം വെക്ടറാണ്. എൽ വെക്ടർ ഇസ് ഇക്വൽ ടു ആർ വെക്ടർ ക്രോസ് പി വെക്ടർ. ഓക്കെ, അത് എബൌട്ട് എ പോയിൻറ്റ് ഒ, ഏത് പോയിൻറ്റിനെ അപേക്ഷിച്ചാണ് എന്നുകൂടി നമ്മൾ പറയണം. ഓക്കെ, ആർ വെക്ടർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറും പി വെക്ടർ അതിൻ്റെ ലീനിയർ മൊമെൻറ്റുമാണ്. ഇനി ഇതിൻ്റെ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ കിട്ടണമെങ്കിൽ നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്വാണ്ടിറ്റീസിനെ ഓപ്പറേറ്റർ വാല്യൂഡ് ക്വാണ്ടിറ്റീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്, ഓപ്പറേറ്റേഴ്സ് ആക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്, സ്പെസിഫിക്കലി എക്സ് ഐ വിത്ത് പി ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡെൽറ്റ ഐ ജെ. ഓക്കെ, ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസും കൂടി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകാം. ഓക്കെ, സ്പെസിഫിക്കലി നമ്മൾ പോസോൺ ബ്രാക്കറ്റ്സ് എടുത്തിട്ട് എക്സ് ഐ വിത്ത് പി ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ. റൈറ്റ്, പോസോൺ ബ്രാക്കറ്റ് എടുത്ത് പോസോൺ ബ്രാക്കറ്റിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ, പോസോൺ ബ്രാക്കറ്റ്സിനെ കമ്മ്യൂട്ടേറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് പറയും. ഓക്കെ, 1 പോസോൺ ബ്രാക്കറ്റിനെ നമ്മൾ 1/IH ക്രോസ് കമ്മ്യൂട്ടേറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വാണ്ടം മെക്കാനിക്സിൽ ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആക്സിയമാറ്റിക് ആയിട്ട് നമുക്ക് ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആദ്യം തന്നെ ഡിമാൻഡ് ചെയ്തിട്ട് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കാം. ഓൾറൈറ്റ്, അപ്പോൾ പറഞ്ഞു വരുന്നത് കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫണ്ടമെൻ്റലാണ്. അപ്പോൾ ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റർ റിലേഷൻസിനെ എടുക്കാൻ കഴിയും. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എൽ ക്യാപ്പ്. ഓക്കെ, എൽ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ആർ ക്യാപ്പ് ക്രോസ് പി ക്യാപ്പ് എന്ന് തന്നെയായിരിക്കും. ഓൾറൈറ്റ്, ആകെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇത് ഒബേ ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് അല്ലെങ്കിൽ ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഒബേ ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് തീരുമാനിക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഇതിൻ്റെ കോമ്പോണൻസ് നമ്മൾ എഴുതും. നമുക്കൊരു ക്രോസ് പ്രോഡക്റ്റിൻ്റെ കോമ്പോണൻസ് എഴുതാനറിയാം, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് എഴുതിയിട്ട് അതിൻ്റെ കോമ്പോണൻസ് എൽ എക്സ് എൽ വൈ എൽ സെഡ്. ഇത് ആർ ക്രോസ് പിയുടെ എക്സ് കോമ്പോണൻ്റ് ആണ്, ആർ ക്രോസ് പിയുടെ വൈ കോമ്പോണൻറ്റ്, ആർ ക്രോസ് പിയുടെ സെഡ് കോമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആംഗുലർ മൊമെൻറ്റം ചെയ്യുമ്പോൾ നമ്മൾ പരിചയിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ലെവി സിവിറ്റ ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ ലെവി സിവിറ്റ സിമ്പിൾ, ബെറ്റർ കോൾഡ് ആസ് ലെവി സിവിറ്റ സിമ്പിൾ. ഓൾറൈറ്റ്, ഇപ്പോൾ ലെവി സിവിറ്റ സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും. അതായത് എ ക്രോസ് ബി. റൈറ്റ്, എ ക്രോസ് ബിയുടെ ith കോമ്പോണൻറ്റ്, എ ക്രോസ് ബി എന്ന് പറയുന്നൊരു വെക്ടറാണ്, ക്രോസ് പ്രോഡക്റ്റ് ആണ്, ഒരു വെക്ടറാണ്. അതിൻ്റെ ith കോമ്പോണൻറ്റ് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എപ്സിലോൺ ഐ ജെ കെ എ ജെ ബി കെ എന്നെഴുതാം. റൈറ്റ്, അതായത് എ ക്രോസ് ബിയുടെ ith കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ ഐ ജെ കെ എ ജെ ബി കെ എന്നെഴുതാം. ഇനി എപ്സിലോൺ ഐ ജെ കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കൺവീനിയൻസിന് വേണ്ടി ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും, ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ. ഓക്കെ, ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ പറയുന്ന ഇതാണ്, ഇഫ് യു ഹാവ് എ റിപ്പീറ്റഡ് ഇൻഡെക്സ് ഇൻ എൻ എക്സ്പ്രഷൻ, റൈറ്റ്, ഇഫ് യു ഹാവ് റിപ്പീറ്റഡ് ഇൻഡെക്സ് യു വിൽ ഹാവ് ടു സം ഓവർ. റൈറ്റ്, അപ്പോൾ ഇവിടെ ജെ റിപ്പീറ്റഡ് ആണ്, ജെ 2 തവണ വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് ടു സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ജെ. ഇവിടെ കെ റിപ്പീറ്റഡ് ആണ്, ദാറ്റ് മീൻസ് യു ഹാവ് ടു സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് കെ ഓൾസോ. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെയാണ് എഴുതേണ്ടത്, എ ക്രോസ് ബി ഇതിൻ്റെ ith കോമ്പോണൻ്റ് എന്ന് പറയുന്നത് സം ഓവർ ജെ ഈക്വൽ ടു 1 to 3. ഓക്കെ, 3 കോമ്പോണൻസ് ആണുള്ളത്. സം ഓവർ കെ ഈക്വൽ ടു 1 to 3 എപ്സിലോൺ ഐ ജെ കെ എ ജെ ബി കെ എന്ന് എഴുതണം. ഓൾറൈറ്റ്, അപ്പോൾ ദിസ് സമ്മേഷൻ ഇസ് ഇംപ്ലൈഡ് ബിക്കോസ് ദിസ് ജെ ആൻഡ് കെ ആർ റിപ്പീറ്റഡ്. അതുകൊണ്ട് നമ്മൾ ഈ സമ്മേഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ലെവി സിവിറ്റ സിമ്പിൾ എപ്സിലോൺ ഐ ജെ കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ,
Epsilon ijk definition ഇതാണ്. It has 3 possible values. Alright, epsilon ijk can have 3 possible values, +1, -1 or 0. Okay, +1, -1 or 0. Okay, അപ്പോൾ എപ്പോഴാണ് +1 വരുന്നത്? +1 വരുന്നത് എപ്പോഴാണ്? അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു വെക്ടേഴ്സിൻ്റെ കോമ്പോണൻസ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഇൻഡെക്സിന് എടുക്കാവുന്ന വാല്യൂസ് 1, 2, 3 എന്നുള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഇപ്പോൾ 1, 2, 3 ആണെങ്കിൽ ഉദാഹരണത്തിന് epsilon 1, 2, 3 is equal to 1. Alright, epsilon 1, 2, 3 is equal to 1. Okay, ശരിക്കും ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി. epsilon 1, 2, 3 +1 ആണ്. Alright, ഇങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. epsilon 1, 2, 3യുടെ വാല്യൂ +1 ആണ്. Alright, അപ്പോൾ epsilon 1, 2, 3യുടെ വാല്യൂ +1 ആണ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൻറ്റൈസിമെട്രിക്. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൻറ്റൈസിമെട്രിക്. ആൻറ്റൈസിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഏതൊരു രണ്ട് ഇൻഡിസസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മൈനസ് സൈൻ കിട്ടും. അതായത് എപ്സിലോൺ ഈ 1 and 2 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാമെന്ന് കരുതുക. 2, 1, 3 വിൽ ബി ഈക്വൽ ടു -1. ഓക്കെ, എപ്സിലോൺ 2, 1, 3 is -1. അതുപോലെ എപ്സിലോൺ 1, 3, 2 വീണ്ടും ഒരു തവണ ഇൻ്റർചേഞ്ച് ചെയ്ത് -1. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു തവണയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിലോ എപ്സിലോൺ ഈ 3, 1 കൂടെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്ട്രാ മൈനസ് സൈൻ കൂടെ പിക്ക് ചെയ്യും. സോ ഇറ്റ് വുഡ് ബി എപ്സിലോൺ 3, 1, 2 is equal to +1. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത്ര ഓർമ്മിച്ചാൽ മതി. എപ്സിലോൺ 1, 2, 3 equal to 1. അത് എപ്സിലോൺ 1, 2, 3 എന്നുള്ളതിൽ നിന്ന് എത്ര ഇൻ്റർചേഞ്ച് അതിൻ്റെ ഇൻഡിസസ് എത്ര തവണ ഇൻ്റർചേഞ്ച് ചെയ്താണ് നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ കിട്ടുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് -1 ആണോ +1 ആണോ എന്ന് ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഓൾറൈറ്റ്, പക്ഷേ ജനറലി നമ്മൾ കാണുന്നത് ഈവൻ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ, ഓക്കെ, എപ്സിലോൺ ijk എന്ന് പറയുന്നൊരു ഈവൻ പെർമ്യൂട്ടേഷൻ 1, 2, 3 എന്നുള്ള ഇൻഡിസസിൻ്റെ ഈവൻ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇത് +1 ആയിരിക്കും. ഓക്കെ, അതായത് 1, 2, 3 1, 2, 3 +1 ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിൻ്റെ ഈവൻ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ 2, 3, 1, 3, 1, 2. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3ൽ നിന്ന് 2 ഇൻ്റർചേഞ്ച് നടത്തിയിട്ടാണ് 2, 3, 1ലേക്ക് എത്തുന്നത്. ഓക്കെ, ആദ്യം 2നെയും 1നെയും ഇൻ്റർചേഞ്ച് ചെയ്തു, പിന്നെ 3നെയും 1നെയും ഇൻ്റർചേഞ്ച് ചെയ്തു. ഓൾറൈറ്റ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം +1 ആണ്. ഓക്കെ, എപ്സിലോൺ 1, 2, 3, എപ്സിലോൺ 2, 3, 1, എപ്സിലോൺ 3, 1, 2 എല്ലാം +1 ആണ്. അതുപോലെ എപ്സിലോൺ ഇതിൻ്റെ ഓഡ് പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ, ഓക്കെ, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എപ്സിലോൺ 2, 1, 3, 1, 3, 2, ഓക്കെ, ഇങ്ങനെയുള്ള ഓഡ് പെർമ്യൂട്ടേഷൻസ് ആണെങ്കിൽ നമ്മളിതിനെ ഓഡ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ച് നടത്തിയാണ് നമ്മളിതിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ ബേസിക് ഇതിൽ നിന്ന് ഒരു ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ്, ഓഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് നടത്തിയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റീസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓഡ് പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇത് -1 ആയിരിക്കും. ഓക്കെ, അതുപോലെ ആൻറ്റിസിമെട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഇതാണ്. ഏതെങ്കിലും രണ്ട് ഇൻഡിസസ് സെയിം ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും രണ്ട് ഇൻഡിസസ് സെയിം ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഓക്കെ എപ്സിലോൺ 1, 2, 2 ദിസ് വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താണ്? ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ആൻറ്റിസിമെട്രിക് ആണെന്നുള്ളത് പറഞ്ഞ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് കിട്ടണം അല്ലേ. സോ ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു -എപ്സിലോൺ 1, 2, 2. So which number is equal to the negative of itself? It is equal to 0. Alright, so this is the definition for epsilon ijk. It's a very important and very convenient quantity. So it's a good thing to practice using this. Alright, ഈ quantity യൂസ് ചെയ്യാൻ പഠിക്കുന്നത് വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചെറിയ പ്രത്യേകിച്ചും നമ്മുടെ ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചെറിയ പ്രോബ്ലംസ് ചെയ്യാൻ ഇത് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മളീ പറഞ്ഞ ക്വാണ്ടിറ്റീസ് ഒക്കെ ഈ കോമ്പോണൻസ് ഒന്ന് എഴുതി നോക്കും. നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച്, അതായത് Li എന്ന് പറയുന്നത് ith കോമ്പോണൻ്റ് എന്ന് പറയുന്നത് R വെക്റ്റർ ക്രോസ് P വെക്റ്ററിൻ്റെ ith കോമ്പോണൻ്റ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എക്സിന് പകരം 1 എന്ന് എഴുതും, വൈക്ക് പകരം 2 എന്ന് എഴുതും, സെഡിന് പകരം 3 എന്ന് എഴുതും. അപ്പോൾ നമ്മൾ L1 എന്ന് പറയുന്നത് R വെക്റ്റർ ക്രോസ് P വെക്റ്ററിൻ്റെ ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ ലെവിച്ചിവിറ്റ സിമ്പിൾ ഉപയോഗിച്ച് ദിസ് ഇസ് എപ്സിലോൺ ഇവിടെ 1 ആണല്ലോ അല്ലേ, അപ്പോൾ ആ 1 ഇവിടെ എഴുതണം. ഓക്കെ, ബട്ട് JK RJ PK ദിസ് ഇസ് സം ഓവർ J ആൻഡ് K. ഓൾറൈറ്റ്, പക്ഷേ ഈ സമ്മേഷനിൽ നോൺ സീറോ ആയിരിക്കുന്ന വാല്യൂസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഈ എപ്സിലോൺ IJKയിൽ ഓൾറെഡി 1 ആണെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓൾറൈറ്റ്, അപ്പോൾ ജെക്ക് പിന്നെ ഒരു പോസിബിൾ വാല്യൂ 2 ആണ്, വേറെ പോസിബിൾ വാല്യൂ 3 ആണ്. ഓക്കെ, J 1 എടുക്കുകയാണെങ്കിൽ 0 ആയി പോകും. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് എഴുതുകയാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. ഓക്കെ, യു ക്യാൻ ട്രൈ ഇഫ് യു ഗെറ്റ് ദിസ്, യു ക്യാൻ ഗെറ്റ് ദിസ് ക്വാണ്ടിറ്റീസ് യൂസിങ് ദിസ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 1 JK RJ PK എന്ന് പറയുന്നത് ഇനി 1 നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ജെയുടെ വാല്യൂ 2 ഇട്ടു.
ജെയുടെ വാല്യൂ 2 കിട്ടും. ഓൾറൈറ്റ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് കെയുടെ വാല്യൂ 1 മുതൽ 3 വരെ നമ്മൾ സം ചെയ്യേണ്ടതാണ്. പക്ഷേ കെയുടെ വാല്യൂ 1 ആണെങ്കിൽ 0 ആണ്, കാരണം 1 റിപ്പീറ്റ് ചെയ്യും. കെയുടെ വാല്യൂ 2 ആണെങ്കിലും 0 ആണ്, കാരണം ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യും. പിന്നെ ആകെ നോൺ സീറോ വാല്യൂ കെക്ക് പോസിബിൾ ആയിട്ടുള്ള എപ്സിലോൺ 1, 2, 3 മാത്രമാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഈ സമ്മേഷനിൽ ഒരു പോസിബിൾ വാല്യൂ എപ്സിലോൺ 1, 2, 3. ഇപ്പോൾ നമ്മുടെ ജെയുടെ വാല്യൂ ഫിക്സ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെയുടെ നോൺ സീറോ വാല്യൂസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇനി RJ/PK അല്ലേ, R2 P3 ഓക്കെ പ്ലസ് എപ്സിലോൺ. നമ്മൾ ജെക്ക് ഒരു പോസിബിൾ വാല്യൂ കൊടുത്തുള്ളൂ, 1 ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തതാണ്. ഓക്കെ, ജെക്ക് വാല്യൂ 2 കൊടുത്തു, ഇനി ജെക്ക് വാല്യൂ 3 എന്നുള്ളൊരു വാല്യൂ കൂടെ കൊടുക്കാം. ഓൾറൈറ്റ്. പക്ഷെ അപ്പോൾ കെയുടെ നോൺ സീറോ വാല്യൂ എന്ന് നമ്മൾ സം ചെയ്യുമ്പോൾ കെയിൽ വരുന്ന നോൺ സീറോ വാല്യൂ ഓക്കെ കേക്ക് 2 കൊടുക്കുമ്പോൾ മാത്രമാണ് നോൺ സീറോ വാല്യൂ. യു ഹാവ് ടു സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് കെ. പക്ഷേ കെ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 0 ആവും, ബിക്കോസ് ദിസ് 1 വിൽ റിപ്പീറ്റ്. കെക്ക് 3 കൊടുക്കുമ്പോൾ 0 ആവും, ബിക്കോസ് ദിസ് 3 വിൽ റിപ്പീറ്റ്. ഓക്കെ, സോ ദ ഓൺലി നോൺ സീറോ വാല്യൂ ഇസ് ദിസ്. ഇനി R3 P2 ഓക്കെ, ദിസ് ഇസ് R3 ആൻഡ് P2. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ സമ്മേഷൻ ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. ഇനി ലെവിസിവിറ്റയുടെ ഈ പ്രോപ്പർട്ടി ആൻറ്റിസിമെട്രി എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച് ബാക്കി ടേം ഈ സമ്മേഷനുള്ള ബാക്കി ടേംസ് 0 ആയി പോകുന്നതാണ്. ഓക്കെ, ഇനി എപ്സിലോൺ 1, 2, 3 എന്താണ്? നമ്മൾ ഇറ്റ്സ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ, സോ ഇറ്റ്സ് 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു R2 എന്ന് പറയുന്ന സെക്കൻഡ് കോമ്പണൻറ്റ് ഓഫ് ആർ വെക്റ്റർ, ദാറ്റ് ഈസ് സിംപ്ലി y. ഓക്കെ, P3 എന്ന് പറയുന്നത് ഇറ്റ്സ് തേർഡ് കോമ്പണൻറ്റ് ഓഫ് P വെക്റ്റർ, ദാറ്റ് സിംപ്ലി PZ. Alright. Now, epsilon 1, 3, 2. It's an odd permutation. Okay, you're just interchanging these 2 and 3, so it will give you a minus sign. So it's -1. Epsilon 1, 3, 2 is -1. R3 is simply Z, and P2 is simply PY. Okay, so YPZ minus ZPY. That's exactly what we have here. Alright. So you can try the other quantities like this. ഇപ്പോൾ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് എഴുതി ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലോ മറ്റോ ടൈം സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ എഴുതുന്നതായിരിക്കും. ഓൾറൈറ്റ്. ഓക്കെ, so this is what we have. Alright, epsilon ijk. This you can take as the definition for what do you say, the definition for orbital angular momentum. ഇതിന് നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ് എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് വിളിക്കണം. ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ് നമുക്ക് കിട്ടിയത് ക്ലാസിക്കൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ്. ഓൾറൈറ്റ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്, ഓക്കെ, ആംഗുലർ മൊമെൻറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് നമ്മൾ എടുക്കുകയാണ്. XI വിത്ത് PJ ഇസ് IH ക്രോസ് ഡെൽറ്റ IJ. ഡെൽറ്റ IJ കോണക്ക ഡെൽറ്റയാണ്, അതെന്താണെന്ന് നമുക്കറിയാം. ഡെൽറ്റ IJ നമ്മൾ ലെവിസിവിറ്റ പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഡെൽറ്റ IJയുടെ ഡെഫിനേഷൻ ഇതാണ്. ഡെൽറ്റ IJ ഇസ് +1 ഇഫ് I ഈസ് ഈക്വൽ ടു J, ഇസ് 0 ഫോർ I നോട്ട് ഈക്വൽ ടു J. ഓൾറൈറ്റ്. സോ ഇറ്റ്സ് IH ക്രോസ് ഡെൽറ്റ IJ. ഇനി XI വിത്ത് XJ, PI വിത്ത് PJ ഈക്വൽ ടു 0 ആണ്. റൈറ്റ്. ഇനി ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉപയോഗിച്ച് നമുക്ക് LI വിത്ത് LJ കണ്ടുപിടിക്കാം. കാരണം ഇവിടെയുള്ള XJയും PKയും ഒക്കെയാണ് അല്ലേ. വി ക്യാൻ ഫൈൻഡ് LI വിത്ത് LJ. ഓൾറൈറ്റ്. ഇനി അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാൽക്കുലേഷൻസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ട്രൈ ദിസ്. ഓൾറൈറ്റ്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുത്ത് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ലെവിസിവിറ്റ ടെൻസർ ഇട്ടുകൊണ്ട് കുറച്ച് ആൾജബ്ര നടത്തി ട്രൈ ചെയ്യാം, വിച്ച് വൈ യു ലൈക്ക്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ LX വിത്ത് LY ചെയ്യണമെങ്കിൽ ഇത് രണ്ടും എടുത്ത് ട്രൈ ചെയ്താൽ മതി. റൈറ്റ്. ഇനി എനിവേ ഇൻ ദ എൻഡ് യു വിൽ സി ദാറ്റ് ദ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആർ ലൈക്ക് ദിസ്. അത് നമ്മൾ LI വിത്ത് LJ ഇസ് IH ക്രോസ് സാധാരണ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആണ്. പിന്നെ IH ക്രോസ് സാധാരണ ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ്. ഓൾറൈറ്റ്. പിന്നെയുള്ളത് നമ്മുടെ ലെവിസിവിറ്റ ടെൻസർ തന്നെയാണ്, എപ്സിലോൺ IJK LK. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് എത്രയാണ്? നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്നുള്ള ക്വാണ്ടിറ്റി എടുത്തു, ആർ വെക്റ്റർ ക്രോസ് പി വെക്റ്റർ, അതിനെ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് മാറ്റി. ആൻഡ് ദെൻ യൂസിങ് ദ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് വി ഗോട്ട് ദ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഒബെയ്ഡ് ബൈ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഒബെയ്ഡ് ബൈ ആംഗുലർ momentum operators. Okay. All right. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ L1 വിത്ത് L2 എടുക്കുകയാണെന്ന് കരുതുക. L1 വിത്ത് L2. ഓക്കെ, അഗൈൻ ഇവിടെ കെ റിപ്പീറ്റഡ് ആണ്, സോ ഇറ്റ്സ് സംഡ് ഓവർ. റൈറ്റ്. അപ്പോൾ L1 വിത്ത് L2 എടുക്കുമ്പോൾ ഇറ്റ് ഇസ് IH ക്രോസ് എപ്സിലോൺ 1
2 കാരണം 1 ഉം 2 ആയിട്ട് ഫിക്സ് ചെയ്തു അല്ലേ, L1 വിത്ത് L2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ ദർ ഇസ് സം ഓവർ കെ, പക്ഷേ കെയുടെ ഏത് വാല്യൂവിനുമാണ് നമുക്ക് നോൺ സീറോ വാല്യൂ കിട്ടുക? കെ ഈക്വൽ ടു 3 ആണെങ്കിൽ മാത്രം അല്ലേ. കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് 0 ആണ്, കെ ഈക്വൽ ടു 2 ആണെങ്കിൽ ഇത് 0 ആണ്, കെ ഈക്വൽ ടു 3 എന്നുള്ള വാല്യൂവിന് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള L3. So that is IH cross epsilon 1, 2, 3 is simply 1, L3 is LZ. Okay, so from here we see that LX with LY is equal to IH cross LZ. Alright, now you have to remember these commutation relations, it's very important. Okay, it's very, very important. So LX with LY is equal to IH cross LZ. Okay, ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതുപോലെ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട്സ് LY വിത്ത് LX, വാട്ട് ഇസ് LX വിത്ത് LZ, വാട്ട്സ് LZ വിത്ത് LY, ഓൾ ദീസ് തിങ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇത് ഈ ഒരു ബേസിക് റിലേഷൻ വെച്ച് ബാക്കിയെല്ലാം പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാം, വാട്ട് ഈസ് ദ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് LZ വിത്ത് LY. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ദിസ് ഇസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ PSC എക്സാമിനും മറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം, ബട്ട് ഇഫ് യു യൂസ് ദിസ് റിലേഷൻ ഇറ്റ്സ് ഈസി ടു ഡു ഇറ്റ്. റൈറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ് ആസ് എ പ്രോബ്ലം. ഓക്കെ, ഫൈൻഡ് LZ with LY, അതായത് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് LZ with LY. ഓക്കെ, നമുക്കിതിന് ഇങ്ങനെ എഴുതാം. LZ is simply L3, the third component. LY is L2. Okay, what is this? This is equal to epsilon and then you have got 3 to K. Alright, ഇതുണ്ട്, ഇവിടെ IJ ഉണ്ട്, ഇവിടെ IJ ഉണ്ട്. Okay, then K, LK. This means that K is summed over. Okay, K is summed over. സം ഓവർ കെ എന്ന് പറയുമ്പോൾ ഇവിടെ കെക്ക് ഒരു വാല്യൂവിന് മാത്രം നോൺ സീറോ വാല്യൂ വരുള്ളൂ. കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 2 ആണെങ്കിൽ എപ്സിലോൺ 0 ആണ്, കെ ഈക്വൽ ടു 3 ആണെങ്കിൽ എപ്സിലോൺ 0 ആണ്, ബിക്കോസ് ഓഫ് ആൻറ്റിസിമെട്രി. ഓക്കെ, സോ ദിസ് ഇസ് എപ്സിലോൺ 3, 2, 1, L1. Okay, L3 with L2 is epsilon 3, 2, 1, L1. What's epsilon 3, 2, 1? That's equal to 3, 2, 1. Okay, so is this an even or an odd permutation of 1, 2, 3? ഓക്കെ, അപ്പോൾ നമുക്കറിയാം എപ്സിലോൺ 1, 2, 3 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ എപ്സിലോൺ 3, 2, 1 അല്ലേ. സോ നമുക്കറിയാം, വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ദീസ് ആർ ദ ഈവൻ പെർമുറ്റേഷൻ 1, 2, 3, 3, 1, 2, 2, 1, 3. സോറി, 3, 1, 2, 2, 3, 1. ഇതിനാണ് നമ്മൾ ഈവൻ പെർമുറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലില്ലാത്തതാകുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി എൻ ഓഡ് പെർമുറ്റേഷൻ. Alright, വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന്, ഇഫ് യു ഡോണ്ട് റിമെമ്പർ ദീസ് തിങ്സ്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ദിസ് തിങ്. എപ്സിലോൺ 1, 2, 3 ഇസ് ഈക്വൽ ടു 1. നമുക്ക് 3 ഇവിടെ വരണം അല്ലേ. അപ്പോൾ 3 ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ എപ്സിലോൺ 1, 3, 2 ഇസ് ഈക്വൽ ടു -1 ബിക്കോസ് വി ഹാവ് മെയ്ഡ് 1 ഇൻ്റർചേഞ്ച്. ഓൾറൈറ്റ്, ആൻഡ് എപ്സിലോൺ വി ഡു വൺ മോർ തിങ്. എപ്സിലോൺ 3, 1, 2 ഓക്കെ ഇസ് ഈക്വൽ ടു +1. നമുക്ക് ഇവിടെ എപ്സിലോൺ 3, 2, 1 ആണ് അല്ലേ. സോ യു ഹാവ് ടു ഫ്ലിപ്പ് വൺസ് മോർ. സോ ദിസ് ഇസ് എപ്സിലോൺ 3, 2, 1 is again -1. Right? So epsilon 3 to 1 is -1, and what you get is L3 with L2. ഇവിടെ IH cross ഉണ്ട്, ഇവിടെ IH cross ഉണ്ട്. Don't forget this IH cross. This is IH cross and minus IH cross LX. Okay, or we can this is L3 with L2. This means that this is LZ with LY. Okay, LZ with LY is equal to minus IH cross LX, or we can say LY with LZ is equal to IH cross LX. Alright? Okay. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഈ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ വെക്റ്റർ പ്രോഡക്റ്റ് എടുക്കുക, വെക്ടറിൻ്റെ സ്കേലാർ പ്രോഡക്റ്റ് എടുക്കുന്ന പോലെയാണ്. എ വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ എന്ന് പറയുന്ന പോലെ. This is L vector dot L vector. Okay, it's Lx square plus Ly square plus Lz square. Remember that this hat means that these are operators. All right, സാധാരണ വെക്ടറിൻ്റെ components അല്ല, these are operators, operator valued. Okay, operator obeying these commutation relations. All right, ഇനി ഈ സ്ക്വയർ ഓഫ് ആംഗുലർ മൊമെൻ്റം ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് കമ്മ്യൂട്ട്സ് വിത്ത് ഈച്ച് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം കോമ്പോണൻറ്റ്സ്. ഓൾറൈറ്റ്, അതായത് നമ്മുടെ ഇവിടെ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ യൂഷ്വലി നമ്മുടെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആണെങ്കിൽ വി നോ ദാറ്റ് Px with Py, okay, they commute, it's equal to 0.
Alright, but here the angular momentum operator, the two components do not commute. Alright, Lx with Ly is not equal to 0. So, angular momentum operator and separate components will commute cheyilla. This is very important in quantum mechanics. This means that നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ റിലേഷനും അൺസർട്ടൻറ്റി അൺസർട്ടൻറ്റി തമ്മിൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കോഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും ജനറലൈസ്ഡ് അൺസർട്ടൻറ്റി റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ടേംസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഈ Lx ഉം Ly യും തമ്മിൽ ഫണ്ടമെൻ്റലായിട്ടൊരു അൺസർട്ടൻറ്റി ഉണ്ട്, അതുപോലെ Lx ഉം Lz ഉം തമ്മിൽ. Okay, this means specifically that quantum mechanically, if you take any state, alright, if you take any quantum mechanical state, the state cannot have a definite value for Lx, Ly and Lz at the same time. Alright, this is important. This means that അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക. alright, that's one thing. Okay, അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ Lx with Ly is not equal to 0. This means that a quantum mechanical state cannot have definite value for, this is basically the uncertainty for Lx and Ly and Lz, okay, simultaneously. കാരണം അവ തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, they don't commute among themselves. ഓൾറൈറ്റ്, അതുകൊണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് Lx, Ly, Lz വാല്യൂസ് ഉണ്ടാകാൻ കഴിയില്ല. Lx ഡെഫിനിറ്റ് ആണെങ്കിൽ Ly യും Lz ഉം അൺസർട്ടൻ ആയിരിക്കും. Ly ആണ് ഡെഫിനിറ്റ് എങ്കിൽ Lz ഉം Lx ഉം അൺസർട്ടൻ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി വാട്ട് ഡു യു സേ ഇൻഡിറ്റർമിൻഡ്. ഓക്കെ, യു ക്യാൻ ഓൺലി ടോക്ക് അബൌട്ട് പ്രോബബിലിറ്റീസ്. ഇനി Lz സ്പെസിഫിക് ആയിട്ട് ഡിറ്റർമിൻഡ് ആണെങ്കിൽ, ഓൾറൈറ്റ്, അതായത് Lzൻ്റെ ഐഗൺ സ്റ്റേറ്റ് ആണെങ്കിൽ then Lx and Ly are not determined. Alright, they are uncertain. So a quantum state cannot have definite value for Lx, Ly and Lz simultaneously. Okay, this is basically uncertainty. Alright, but അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സ്ക്വയർ ഓഫ് ദ ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റർ എടുക്കുന്നത്. This has a nice property. It commutes with every component of angular momentum. Okay, L square commutes with Lx, L square commutes with Ly and L square commutes with Lz. Generally you can say L square with L vector is equal to 0. Alright, this means, what does this mean? This means that നമുക്ക് L സ്ക്വയറിനും Lx, Ly, Lz ഇതിൽ ഏതെങ്കിലും ഒന്നിനും ഒരു ഡെഫിനിറ്റ് വാല്യൂ പോസിബിൾ ആണ്. ഓൾറൈറ്റ്, സോ L സ്ക്വയർ ഹാസ് നോ അൺസർട്ടൻറ്റി. അതായത് Ly അല്ലെങ്കിൽ Lz അല്ലെങ്കിൽ Lx സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് L സ്ക്വയറിൻ്റെ വാല്യൂ അൺസർട്ടൻ ആകുന്നില്ല. ഓക്കെ, L സ്ക്വയർ ക്യാൻ ഹാവ് simultaneous eigenvalue with any of the angular momentum components. Okay, this is very important in quantum mechanics. Alright, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. It's quite simple, but the important thing is that you have to remember this. Alright, you have to remember the fundamental, the basic commutation relations obeyed by components of angular momentum. You also must remember the fact that L square commutes with all the components of angular momentum. Okay, very important. Alright, so L square with L vector is equal to 0. Right? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത്, നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എടുത്തു, അതിനെ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് മാറ്റി അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് കണ്ടു. ഓൾറൈറ്റ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് കാര്യം പറഞ്ഞത് ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്പറേറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും, ഐഗൺ വെക്ടേഴ്സ് എന്തായിരിക്കും, എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അല്ല ഐഗൺ വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അത് ക്വാണ്ടം മെക്കാനിക്കലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് കൊണ്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഇവിടെ നമ്മൾ അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഈ ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷൻ ബേസിക് ആയിട്ട് എടുത്തിട്ട് ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റർ എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എടുക്കാം. ഓൾറൈറ്റ്, ഇഫ് എനി സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഒബേ ദീസ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ദെൻ വി ക്യാൻ കോൾ ദം ആൻ ആംഗുലർ മൊമെൻ്റം ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റത്തിൽ നിന്നാണ് ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേഷൻ റിലേഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ തിരിച്ചാണ്. വിൽ സേ ദാറ്റ് ഏതൊരു വെക്ടർ ഓപ്പറേറ്ററിൻ്റെ കോമ്പോണൻറ്റ്സ് തമ്മിൽ ഈ
പെർട്ടിക്കുലർ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുവോ അതിനെ നമുക്ക് ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. അതായത് ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ചൂസ് ചെയ്യാം. ഓൾറൈറ്റ്, ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം is only one type of angular momentum. Alright, it's a special case of angular momentum operator. Right, we also have spin, for example. അത് ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. Alright, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതാണ് the components of angular momentum operator do not commute among themselves, though they commute with the square of the angular momentum operator. The commutation relations alone completely determine, okay, very important point, the commutation relations alone completely determine the quantum properties of angular momentum. That is, the eigenvalues and eigenvectors of angular momentum operator are completely determined by the commutation relations and the general properties of the Hilbert space. Okay, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ആയിട്ട് നമ്മൾ ഈ ഫോർമുലേഷൻ എടുക്കുന്ന ഹിൽബർട്ട് സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഹിൽബർട്ട് സ്പേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അതും ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസും കൊണ്ട് മാത്രം നമുക്ക് ഇതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മുഴുവൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. Okay, now therefore the commutation relations themselves are taken for the definition of angular momentum operator in quantum mechanics. All right, now we forget everything about orbital angular momentum for a moment and we start with the idea that, okay, mathematical problem ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. What's angular momentum operator എന്ന് ചോദിച്ചാൽ angular momentum operators are vector operators whose components obey this particular commutation relation. That's all. That's angular momentum. All right, we don't worry about anything else. We don't worry about any rotation or what do you say, position vector, momentum vector, nothing. We'll just say that if we define angular momentum operator like this, a vector operator j vector hat, all right, a vector operator, this hat means it's an operator, this vector means that it's a vector operator. So the vector operator is an angular momentum if its components are Hermitian and obey the commutation relations. All right, jx with jy is ih cross jz. Cyclic ആയിട്ട്, അതായത് ഇത് നമുക്ക് സൈക്ലിക് ആയിട്ട് എടുക്കാം. All right, x y z, അതുപോലെ z x y, z x y എന്ന് വരും. All right, so this cyclic ആയിട്ട് എടുക്കുക പറഞ്ഞാൽ this means that jx with jy is ih cross jz. All right, you have to put the hat. Okay, xyz. All right, xyz. അതുപോലെ you can also talk about zxy. ഇതിനെയാണ് നമ്മൾ എന്താണ് പറയുക, സൈക്ലിക് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. All right, now if you cannot remember that, it's best, I think it's best to remember it in terms of this. Okay, these are the same thing. Okay, you can write ji with jj, I and j are the components, is ih cross epsilon I jk, and there's a summation over k. You see that this I and j are fixed by these values. Okay, but I and j നമ്മൾ ഇവിടെ already fix ചെയ്തിട്ടുണ്ട്. j1 with j2 ആണെങ്കിൽ it means it's ih cross epsilon 1 to k jk. There's sum over k, but only term that survives in that summation corresponds to k equal to 3 because of what do you say, the property of Levi-Civita symbol. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ ചെയ്തതാണ് j1 വിത്ത് j2 is equal to, okay, is equal to ih cross epsilon I jk. Okay, ഇവിടെ 1 2 ഉണ്ട്, then there's k jk, there's a sum over k. Alright, പക്ഷേ ലെവിച്ചിവിറ്റ ടെൻസർ കംപ്ലീറ്റ്ലി ആൻറ്റിസിമെട്രിക് ആയിട്ട് ഈ ഫുൾ സമ്മേഷനിൽ 3 ടേംസ് ഉണ്ട്. ഈ സമ്മേഷനിൽ സർവൈവ് ചെയ്യുന്ന ഒരേ ഒരു ടേം ദാറ്റ് കറസ്പോണ്ട്സ് ടു k equal to 3. Alright, and then you get ih cross epsilon 1 2 3 is 1 j3. Okay, or in other words you can say jx with jy, കാരണം 1 എന്ന് പറയുന്ന x ന് പകരം 2 എന്ന് പറയുന്ന y ക്ക് പകരം is ih cross jz. That's exactly what we have here. Right, so that's how we do this kinds of calculation. Okay, now this is the starting point actually. What's angular momentum? This is angular momentum. Okay, if the components obey this particular relation, it's an angular momentum operator. That's it. Okay, now in commutation relations നമുക്ക് equivalent ആയിട്ട് ഇങ്ങനെ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. Alright, j cross j is equal to ih cross j vector. Okay, j cross j is equal to ih cross j vector. Alright, ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. യൂഷ്വലി നമ്മളൊരു വെക്ടർ എടുക്കുകയാണെങ്കിൽ എ വെക്ടർ ക്രോസ് എ വെക്ടർ ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, യു നോ ദിസ്. യൂഷ്വലി ഇഫ് യു ടേക്ക് എ വെക്ടർ, എ വെക്ടർ ക്രോസ് എ വെക്ടർ ഇസ് ഈക്വൽ ടു 0. The cross product with itself is 0. Alright, because there's a sin theta
there are different ways of looking at it. Sin theta ഉണ്ട് അല്ലെ, മോഡുലസ് ഓഫ്, അതായത് നമ്മൾ യൂഷ്വലി ആയിട്ട് എടുക്കുകയാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ എൻ ക്യാപ് ഇങ്ങനെ എഴുതും, റൈറ്റ്. അപ്പോൾ ഈ സൈൻ തീറ്റ 0 ആണെങ്കിൽ ദിസ് ഇസ് 0. സോ യൂഷ്വലി ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എനി വെക്റ്റർ വിത്ത് ഇറ്റ് സെൽഫ് ഇസ് 0. Alright, but because of the commutation relations, you will see that for angular momentum operators, alright, you get j cross j, you get j vector itself with an ih cross. Alright, j cross j is ih cross j. This is commutation relations in equivalent ആയിട്ടുള്ള commutation relations ഉപയോഗിച്ച് prove ചെയ്യാം. Alright, so this is easy to remember, so we don't, I won't discuss the proof in the class, even though I have included it in the notes. You can go through that. Okay, so I want you to remember this also. Usually a vector dot a vector is 0, but for angular momentum operator, j cross j is j itself with an extra ih cross. Alright, so j cross j is ih cross j. Okay, so please keep this in mind. This is a possible direct question in your examination. I've given the proof here. You can go through the proof if you like. Alright, the final answer is j cross j is ih cross j. Okay, alright. Now we go to the angular momentum of a system of particles. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെയാണ് പറഞ്ഞെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് ഇത് ജനറലൈസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ എടുക്കുന്ന പോസ്റ്റുലേറ്റ് ഇതാണ്, ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് റെഫറിങ് ടു ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് കമ്മ്യൂട്ട്. ഓക്കെ, ഈ ജെ ഇവിടെ ജെ എന്ന് പറയുന്നത് ഇവിടെ ഐ ജെ എന്ന് എഴുതണം. ഓക്കെ, വി ബെറ്റർ റൈറ്റ് ആസ് ഐ ജെ. ഈ ഐയും ജെയും വെക്ടറിൻ്റെ കോമ്പോണൻസ് അല്ല, പകരം രണ്ട് സെപ്പറേറ്റ് പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേറ്റ് സിസ്റ്റംസിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, യു നോട്ട് ദാറ്റ് ദിസ് ഇസ് ഓൾറെഡി എ വെക്ടർ ഓപ്പറേറ്റർ. അതൊരു വെക്ടറിൻ്റെ കോമ്പോണൻ്റ് അല്ല, പക്ഷേ ഇത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റ് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ഇത് 0 ആണ്. ഓൾറൈറ്റ്, അതായത് J1 വെക്റ്റർ വിത്ത് J2 വെക്റ്റർ, നമ്മൾ ഏത് കോമ്പോണൻ്റ് എടുക്കുകയാണെങ്കിലും, ഓക്കെ, ഏത് കോമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കുന്നിടത്തോളം കാലം ഇത് 0 ആണ്. ഓക്കെ, വേർ സബ്സ്ക്രിപ്റ്റ്സ് ലേബിൾ ദ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കാരണം ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്യുന്നത് മറ്റൊരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം മെഷർമെൻറ്റിനെ അൺസർട്ടൺ ആക്കുന്നില്ല. ഓൾറൈറ്റ്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ എ വേ. Alright, where the subscripts label the particles, then the operator corresponding to the angular momentum of the system of n particles. N particle system in the total angular momentum is just a vector sum. Alright, I equal to 1 to n ji vector cap. Alright, so you can add all of things, and it's easily seen that jx with jy is equal to ih cross jz. Alright, so ഈ jx and jy എന്ന് പറയുന്നത് ഈ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ x കോമ്പോണൻറ്റും y കോമ്പോണൻറ്റും ആണ്. നമ്മൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് അഗെയിൻ ഒബേസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഇഫ് യു ഡിഫൈൻ ഇറ്റ് ഇൻ ദിസ് വേ. സെപ്പറേറ്റ് പാർട്ടിക്കിൾസിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോമ്പൗണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം വെക്ടേഴ്സ് തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യും എന്നും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഇതാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ദിസ് ഒബേസ് ദ ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഒരു ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ തന്നെയാണ്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ തന്നെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ്. ഓൾറൈറ്റ്, ഓൾറൈറ്റ്, this is a system, this is for a angular momentum for a system of particles. So that you have to remember this, for a system of particles. So for two separate particles, j1 vector with j2 vector is equal to 0. You can postulate it. ഇത് എന്തുകൊണ്ടാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്? You can give different motivations. The final idea is that നമുക്ക് സിസ്റ്റത്തിന് ടോട്ടലായിട്ടൊരു ആംഗുലർ മൊമെൻറ്റം എന്തായാലും ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഈ ടോട്ടലായിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിന് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് വിളിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് പാർട്ടിക്കിൾസിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യും എന്നും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ദിസ് ഇസ് ജസ്റ്റ് ലോജിക്കൽ. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്ന എല്ലാ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വെക്റ്റർ സം ആണെന്ന് എടുക്കുന്ന ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ദെൻ ദിസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, okay, then this total angular momentum has this particular property. Alright, it obeys the correct commutation relations. Okay, you can say that that's the reason why we postulate these two things. Alright, it's also logical. Okay, alright. അപ്പോൾ ഇവിടെ ജെ എക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to n ജെ ഐ എക്സ്. ഇതാണ് ഞാൻ വെക്റ്റർ സം എന്ന് പറഞ്ഞത്. നമുക്ക് വെക്റ്റർ സം ആണെന്ന് പറയാൻ കാരണം ഇതാണ്. ജെ എക്സ് ഈ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ
എക്സ് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ് കോമ്പോണൻറ്റ്സ് ആഡ് ചെയ്തതാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഐ എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കിളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. സോ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ് കോമ്പോണൻറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ എക്സ് കോമ്പോണൻറ്റ് എടുക്കുക, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ എക്സ് കോമ്പോണൻറ്റ് എടുക്കുക, തേർഡ് പാർട്ടിക്കിളിൻ്റെ എക്സ് കോമ്പോണൻറ്റ് എടുക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, യൂഷ്വലി നമ്മളൊരു വെക്റ്റർ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ ആഡ് ദ കോമ്പോണൻറ്റ്സ് സെപ്പറേറ്റ്ലി. ഓൾറൈറ്റ്. So J is indeed an angular momentum operator. Thus vector sum of a commuting set of angular momentum operators is an angular momentum operator. Alright, the vector sum of commuting set of angular momentum operators is an angular momentum operator. This is which among the following statements is true എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സിലേക്ക് പോകാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കറിയാം ജെ സ്ക്വയർ കമ്മ്യൂട്ട്സ് വിത്ത് ജെ വെക്ടർ. നമുക്കറിയാം ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ യു നീഡ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയാറുണ്ട്. റൈറ്റ്, സോ ഐ അസ്യൂം ദാറ്റ് യു ഹാവ് ഓൾറെഡി സീൻ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐഗൺ വെക്ടേഴ്സിനെ ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഐഗൺ വെക്ടേഴ്സിന് യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐഗൺ വാല്യൂസ് ഉപയോഗിച്ചാണ്. ഇവിടെ ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ വാല്യൂ, അതുപോലെ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ, അതുപോലെ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് എടുക്കുന്ന ഹാമിൽട്ടോണിയൻ, അതുപോലെ ജെ സ്ക്വയർ, അതുപോലെ ജെ സെഡ്. ഓക്കെ, ജെ സെഡ്, ജെ എക്സ്, ജെ വൈ ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ജെ സെഡ് ആണ്. ഓൾറൈറ്റ്, ഇത് എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ കഴിയില്ല. ജെ സെഡ് എടുത്തു കഴിഞ്ഞാൽ ജെ എക്സും ജെ വൈ എടുക്കാൻ കഴിയില്ല. ജെ വൈ എടുത്തു കഴിഞ്ഞാൽ ജെ സെഡും ജെ എക്സും എടുക്കാൻ കഴിയില്ല, ലൈക്ക് വൈസ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്നത് ജെ സ്ക്വയറും ജെ സെഡും ആണ്. ഇനി ഈ ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ വാല്യൂ ഇവിടെ നമുക്ക് റെലവൻ്റ് അല്ല. നമ്മൾ അതിൻ്റെ ഒരു സബ് സ്പേസ് ആണ് കണക്കിലെടുക്കുന്നത്. ടോട്ടൽ ഇതിൻ്റെ സബ് സ്പേസ് ആണ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ഈ ഐഗൺ വെക്ടേഴ്സിൻ്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അല്ലെ ഓർത്തോ നോർമാലിറ്റി ഇങ്ങനെ എഴുതും. ആൽഫ പ്രൈം ജെ പ്രൈം എം പ്രൈം ആൽഫ ജെ എം. ഓക്കെ, ഡെൽറ്റ ആൽഫ ആൽഫ പ്രൈം, ഡെൽറ്റ ജെ ജെ പ്രൈം, ഡെൽറ്റ എം എം പ്രൈം. അതായത് ഇതിലേതെങ്കിലും ഐഗൺ വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഇത് 0 ആണ്. ഇതിനെയാണ് നമ്മൾ യൂഷ്വലി ഓർത്തോ നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ സെറ്റ് ആൽഫ ജെ എം എന്ന് പറയുന്ന ഒരു ബേസിസ് ഫോം ചെയ്യും. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് നമുക്ക് ആൽഫ എന്നുള്ള നമുക്ക് ഈ ആംഗുലർ മൊമെൻ്റ് മാത്രം നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഈ സബ് സ്പേസ് മാത്രം നോക്കാം, ഡിഫൈൻഡ് ബൈ ജെ ആൻഡ് എം. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മളത് മാത്രമായിരിക്കും നോക്കുക. Right, so for the sake of simplicity we'll write Jm. J എന്താണ്? What do you say? It gives you the eigen value for J square. M എന്താണ്? It gives you the eigen value for Jz. ഈ രണ്ട് ഐഗൺ വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾറൈറ്റ്, ഈ സബ് സ്പേസിൽ. ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ രണ്ട് ഐഗൺ വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നത്, രണ്ട് റിയൽ നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ, പിന്നെ ഒന്ന് ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ. ഓക്കെ, ഹാമിൽട്ടോണിയനും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി ഐഗൺ വാല്യൂ കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ NLM എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ടാകും. NLM. റൈറ്റ്, 3 നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നതിലൂടെ. ജെ സ്ക്വയർ മാത്രം സ്പെസിഫൈ ചെയ്യുന്നതിലൂടെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് അല്ല. ജെ സ്ക്വയറിൻ്റെ കൂടെ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂയും കൂടെ പറയുമ്പോൾ, ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂവിൻ്റെ കൂടെ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂയും കൂടെ പറയുമ്പോഴാണ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ വാല്യൂ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലായിടത്തും ആൽഫ നേടുന്നതിന് പകരം ഫോർ സിംപ്ലിസിറ്റി വിൽ റൈറ്റ് ദ സ്റ്റേറ്റ് ആസ് JM. ഓക്കെ, ഇനി ഡെഫിനേഷൻ, ബൈ ഡെഫിനേഷൻ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ ഐഗൺ, ഇറ്റ് ക്യാരക്ടറൈസസ് ദ ഐഗൺ വാല്യൂ ഫോർ ജെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ലാംഡ ജെ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് എഴുതും. ലാംഡ ജെ എച്ച് ക്രോസ് സ്ക്വയർ. ലാംഡ ജെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ ദ വാല്യൂ ഓഫ് ജെ. ഓക്കെ, ഈ ജെ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഐഗൺ വാല്യൂ അല്ല, ഇറ്റ് ജസ്റ്റ് ഗിവ്സ് യു ദ ഐഗൺ വാല്യൂ. ഓൾറൈറ്റ്, അപ്പോൾ ആ ഐഗൺ വാല്യൂവിന് നമ്മൾ ലാംഡ ജെ എന്ന് എഴുതും. ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്നിങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഈ എച്ച് ക്രോസ് സ്ക്വയർ ഫോർ കൺവീനിയൻസ്, അത് എച്ച് ക്രോസ് എന്ന് പറയാം. എച്ച് ക്രോസിൻ്റെ ഡയമെൻഷൻ നമുക്ക് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസ് ആണ്. സോ ഫോർ കൺവീനിയൻസ് വിൽ ഓൾസോ പുൾ ഔട്ട് ദിസ് എച്ച് ക്രോസ് സ്ക്വയർ. ഓക്കെ, സോ ലാംഡ ജെ എച്ച് ക്രോസ് സ്ക്വയർ JM. അതുപോലെ ജെ സെഡ് എൻ്റെ ഐഗൺ വാല്യൂ ഇറ്റ്സ് MH ക്രോസ് JM. ഓക്കെ, ഓൾറൈറ്റ്, ഇനി നമ്മളിത് ഈ കമ്പ്യൂട്ടേഷൻ റിലേഷൻസ് മാത്രം വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യം ലാംഡ ജെയുടെ വാല്യൂസ് J × J+1. ഓക്കെ, വിത്ത് J = 0, 1/2, 1, 3/2. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. റിമെമ്പർ ദാറ്റ് J ഇസ് ഓൾവേസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറയുന്നത്? കാരണം ഒരു സ്ക്വയർ ഓഫ് ദ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ ആണ് അല്ലേ, ഓപ്പറേറ്റർ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. ഓൾറൈറ്റ്,
സോ ഇറ്റ്സ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. ഇനി ജെക്ക് എടുക്കാവുന്ന വാല്യൂസും ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ദീസ് ആർ 0, ഹാഫ്, 1, 3/2 അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇത് പ്യുവർലി ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് മാത്രം അസ്യൂം ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓർ ദ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ ക്യാൻ ഹാവ് ഐഗൺ വാല്യൂസ് decided by eigen values j into j plus 1, where j can take values 0, half, 1, 3/2 up to infinity. Okay, note that j is always positive. The eigenvalues of jz are in units of h cross. Okay, eigenvalues of jz, it can take also negative values. For a specific value of j എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ജെ മുതൽ ജെ വരെ there are 2j plus 1 values. ഓക്കെ, ഇത്രയും പോസിബിൾ വാല്യൂസ് എമ്മിന് എടുക്കാൻ കഴിയും. ഓക്കെ, മൈനസ് ജെ ടു പ്ലസ് ജെ, ദർ ആർ 2j plus 1 ഡിഫറെൻറ്റ് പോസിബിൾ വാല്യൂസ് ഓഫ് എം. ഇപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് മാത്രം ഉപയോഗിച്ച് ഈ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. ഓക്കെ, ദ ഐഗൺ വാല്യൂസ് ഓഫ് ജെ സ്ക്വയർ ആർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം, ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ ആണ് ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂസ്. ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂസോ ഇറ്റ് ഈസ് എം എച്ച് ക്രോസ്. ഇനി എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് എന്താണ്? മൈനസ് ജെ ടു പ്ലസ് ജെ ഇൻ സ്റ്റെപ്സ് ഓഫ് 1. ഓക്കെ, മൈനസ് ജെ ടു പ്ലസ് ജെ ഇൻ സ്റ്റെപ്സ് ഓഫ് 1. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പം നമ്മൾ യൂഷ്വലി പ്രോബ്ലംസിൽ ലെങ്ത് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റ് ഓപ്പറേറ്റർ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. റൈറ്റ്, അപ്പം നമുക്കറിയാം ജെ സ്ക്വയർ ജെ എം, നമ്മളിപ്പോൾ പറഞ്ഞ ഇതനുസരിച്ച് ജെ സ്ക്വയർ ജെ എം, ഈ ഐഗൺ വാല്യൂ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ജെ എം. ഓക്കെ, ഇതാണ് നമ്മൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സ്റ്റേറ്റിൽ ആക്ട് ചെയ്തു. യു ഗെറ്റ് ദ സെയിം സ്റ്റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്. ഇതിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ മിസ് ചെയ്തതാണ്. ദർ ഇസ് എ ഗെറ്റ് ജെ എം ഓൾസോ ഹിയർ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനെ നമ്മൾ ചില സമയത്ത് ലെങ്ത് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ജെയുടെ വാല്യൂ എന്നിട്ട് വാട്ട്സ് ദ ലെങ്ത് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്ക്വയർ ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് ഈ ഐഗൺ വാല്യൂ സ്പെക്ട്രം ഉപയോഗിക്കാൻ വേണ്ടി കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ലാഡർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ മാത്രം ജസ്റ്റ് തരാം. വി ഡോണ്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് ദ കാൽക്കുലേഷൻ. ജെ പ്ലസ് ഇസ് ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആൻഡ് ജെ മൈനസ് ഇസ് ജെ എക്സ് മൈനസ് ഐ ജെ വൈ. ഓൾറൈറ്റ്, ഇത് ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് അല്ല. ദീസ് ആർ കോൾഡ് ദ ലാഡർ ഓപ്പറേറ്റേഴ്സ്. ഈ ലാഡർ ഓപ്പറേറ്റേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് ചോദിക്കുക. ലാഡർ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് പറയാൻ കാരണം, ഓക്കെ, ഈ ജെ പ്ലസ് ജെ എം എന്നുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്, ഓക്കെ, പുതിയ സ്റ്റേറ്റിൻ്റെ ഐഗൺ വാല്യൂ ഇറ്റ് ഗോസ് അപ്പ് ബൈ എച്ച് ക്രോസ് എം എച്ച് ക്രോസ് 1 യൂണിറ്റ്. സോറി, ഇറ്റ് ഗോസ് അപ്പ് ബൈ എച്ച് ക്രോസ്, ഇറ്റ് ഗോസ് അപ്പ് ബൈ 1 യൂണിറ്റ്. അതായത് ഇതാണ് ഇതിൻ്റെ അർത്ഥം. ജെ സെഡ് വിത്ത് ജെ എം എന്ന് പറയുന്നത് എം എച്ച് ക്രോസ് ജെ എം ആണ്, അല്ലേ? സോ വി ക്യാൻ ഷോ ദാറ്റ്, ഓക്കെ, യൂസിങ് ദ ബേസിക് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് വി ക്യാൻ ഷോ ദാറ്റ് ദ സ്റ്റേറ്റ് ജെ പ്ലസ് ആക്ടിങ് ഓൺ ജെ എം. ഓൾറൈറ്റ്, ഇത് നമുക്കറിയാം ഓപ്പറേറ്റർ സ്റ്റേറ്റിൽ ആക്ട് ചെയ്യണമെങ്കിൽ ജനറലി വേറൊരു സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഓൾറൈറ്റ്, നമ്മുടെ പുതിയ സ്റ്റേറ്റ് നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് ജെ പ്ലസ് ആക്ടിങ് ഓൺ ജെ എം. ഇനി ഇതിൽ നമ്മൾ ജെ സെഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ യു സീ ദാറ്റ് ദിസ് വിൽ ബി വാട്ട് ഡു യു സേ എം എച്ച് ക്രോസ് പ്ലസ് എച്ച് ക്രോസ്, ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ ജെ പ്ലസ് ജെ എം. Alright, so what we see, if Jm is an eigenvector of Jz operator, if Jm is an eigenvector of Jz operator with eigenvalue mh cross, then J plus Jm is also an eigenvector of Jz, only that the eigenvalue will have been increased by 1 unit of angular momentum h cross. Alright, it will be greater by 1 unit of angular momentum. ഇതുകൊണ്ടാണ് ഇതിനെ റേസിംഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് ജെ സെറ്റിൻ്റെ ഐഗൺ വാല്യൂവിനെ റേസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് റേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റെപ്പിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എച്ച് ക്രോസ് ആണ്. ദാറ്റ്സ് 1 ബേസിക് യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം തിങ് വിത്ത് ജെ മൈനസ്, സോറി ഇവിടെ മൈനസ് ആണ് വേണ്ടത്. ഓൾറൈറ്റ്, ജെ മൈനസ് റെഡ്യൂസസ് ദ ജെ സെഡ് ഐഗൺ വാല്യൂ ബൈ 1 സ്റ്റെപ്പ്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് യു ക്യാൻ കീപ്പ് ഇൻ മൈൻഡ്. Okay, so the state J plus Jm is an eigenvector of Jz with an eigenvalue m plus 1 h cross. Okay, the operator J plus increases the eigenvalue of Jz by a step of m h cross.
Okay, by a step of h cross actually, by a step of h cross. Similarly, the operator j minus decreases the value of jz by a step of h cross. Okay, by a single step h cross. All right. Okay. So there are some typos here. I'll correct them in the notes. All right. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം തുടങ്ങി ജനറൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് എടുത്തു. ഇനി തിരിച്ച് നമുക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് വരാം. ഓക്കെ, കാരണം നമ്മളിവിടെ ചെയ്തത് ജനറലായിട്ട് ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉപയോഗിച്ചതിൻ്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് വരാം. അപ്പോൾ ഇതേ പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഒരു സ്പെഷ്യൽ കേസാണ്. ഈ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ഡിസ്കസിങ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. ഓൾറൈറ്റ്, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ തിയററ്റിക്കൽ ആംഗുലർ മൊമെൻറ്റം ആൾജിബ്രയുടെ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് മാത്രമാണ്. ഓൾറൈറ്റ്, നൗ ലെറ്റ്സ് ഗോ ഇൻ ടു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. ഓൾറൈറ്റ്, so orbital angular momentum arises from the orbital motion of particles. L vector is r cross p. The quantum mechanical operator നമുക്കറിയാം കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മളിവിടെ പിയുടെയും എക്സിൻ്റെയും ടേംസിൽ എഴുതിയിരുന്നു അല്ലേ, എക്സ് ജെ പിക്ക് എന്ന് എഴുതിയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണെന്നറിയാം. അതുപോലെ പി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പി എക്സ് എന്നുള്ള ഓപ്പറേറ്റർ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണെന്നറിയാം. അതുപോലെ പി വൈ ഇസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ വൈ എറ്റ്സെട്ര. ഓക്കെ, അല്ല ജനറലി നമുക്കിങ്ങനെ എഴുതാം. ജനറലി പി വെക്ടർ ഇസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ വെക്ടർ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഡെൽ വെക്ടർ എന്ന് വിളിക്കും. ദിസ് ഇസ് ദ usual, what do you say, this is a differential operator. Okay, this is the differential operators with differential operator with components dou by dou x, dou by dou y and dou by dou z. Okay, you know this. ഇനി ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് യു വിൽ സീ ദാറ്റ് എൽ എക്സ് ഇസ് വൈ ഡോ ബൈ ഡോ സെറ്റ് മൈനസ് സെറ്റ് ഡോ ബൈ ഡോ എറ്റ്സെട്ര. റൈറ്റ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ദ ഏർലിയർ റിലേഷൻസ് ആൻഡ് യു വിൽ സീ ദാറ്റ് ഇതിനെ നമ്മൾ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഹിൽബർട്ട് സ്പേസ് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാം. അത് ഏതെങ്കിലും റെപ്രസെൻറ്റേഷനിലുള്ള ഓപ്പറേറ്റേഴ്സ് ആയിട്ടും വേവ് ഫംഗ്ഷൻസ് ആയിട്ടും ഒക്കെ നമുക്ക് പറയാൻ കഴിയും. റൈറ്റ്, ഇവിടെ നമ്മൾ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിലാണ് ഇത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആവുന്നത്. അതായത് നമ്മൾ ബേസിസ് സ്റ്റേറ്റ്സ് ആയിട്ട് പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്ടേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദിസ്. Basic idea is that in coordinate representation, right, p vector is i h cross del vector with a minus sign. So these are the components. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചില കാര്യങ്ങൾ മാത്രം മെമ്മറൈസ് ചെയ്താൽ മതി. ഇത് ആംഗുലർ മൊമെൻ്റ് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് റൊട്ടേഷണൽ സിമെട്രിക് ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് തന്നെ മാറ്റാം. ഓക്കെ, ഇത് കാൽക്കുലേഷനിലെ ചില സ്റ്റെപ്സ് ആണ് പറയുന്നത്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എൽ എക്സിന് ഈ ഫോമാണുള്ളത്. ഇഫ് യു ക്യാൻ, ഇറ്റ്സ് ഗുഡ് ടു റിമെമ്പർ ദിസ്. അതുപോലെ എൽ വൈക്ക് ഈ ഫോമാണുള്ളത്. ഓൾറൈറ്റ്, ഇനി ഇത് രണ്ടും മെമ്മറൈസ് ചെയ്യണമെങ്കിൽ നല്ലത്. മെമ്മറൈസ് ചെയ്തില്ലെങ്കിലും ദിസ് യു ഹാവ് ടു മെമ്മറൈസ്. ഓൾറൈറ്റ്, ദിസ് ഇസ് സിമ്പിൾ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എൽ സെഡ് ഹാസ് ദ ഫോം മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ഫൈ. ഓൾറൈറ്റ്, എൽ സെഡ് ഹാസ് ദ സോ ദിസ് ഇസ് സെഡ് വൈ എക്സ്. സോ എൽ സെഡ് എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം എബൌട്ട് സെഡ് ആക്സിസ്. ഓൾറൈറ്റ്, ദാറ്റ്സ് ഡിറ്റർമിൻഡ് സിംപ്ലി ബൈ ദിസ് ഡി ഫൈ. ഓക്കെ, ഡോ ബൈ ഡോ ഫൈ. Alright, so this is, you can imagine the Lz as generating a rotation around the z axis. Okay, Lz as generating a rotation around the z axis. Okay, so this minus I h cross dou by dou phi is the Lz operator. This you must keep in mind. Okay, alright, ബാക്കിയുള്ള മെമ്മറൈസ് ചെയ്യാൻ നല്ലത്, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, ബട്ട് ദിസ് യു ഹാവ് ടു റിമെമ്പർ. Lz is minus I h cross dou by dou phi. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എടുക്കാം. എഗെയിൻ ഇറ്റ്സ് എക്സാക്ട്ലി ഓഫ് ദ സെയിം ഫോം. അവിടെ ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് ക്രോസ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എൽ ഇൻറ്റു എൽ പ്ലസ് വൺ എച്ച് ക്രോസ് സ്ക്വയർ. ഇറ്റ്സ് ദ സെയിം തിങ് ബിക്കോസ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റം തന്നെയാണ്. അതിൻ്റെ കമ്മ്യൂട്ടേഷൻ സെയിം റിലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എൽ സെഡ് ഇസ് എം എച്ച് ക്രോസ് എൽ എം. ഓൾറൈറ്റ്, അവിടെ ജെ എമ്മിന് നമ്മൾ എൽ എം എടുത്തു, അത്രേ ഉള്ളൂ. Okay, in L in the possible values here there's a small difference. You see that the possible values of L are integer. Okay, it's 0, 1, 2 up to infinity. M in the value, it's again determined by the value of L. It's minus L2 plus L. There are 2L plus 1 values. Alright. So we have seen J in the general angular moment operator and the commutation relations. We saw that it could take integer as well as half integer values. ജനറൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എടുത്തപ്പോൾ
കണ്ടത് it could take integer as well as half integer values, whereas the orbital angular momentum can take only integer values. Okay, this you have to remember. Alright, so the half integer values of j does not come from the orbital motion. ഇത് നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു പൊസിഷൻ റെപ്രസെൻറ്റേഷൻ ഇത് ചെയ്തു വന്ന ഈ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, alright, പക്ഷേ നമ്മൾ ജനറൽ ആംഗുലർ മൊമെൻ്റം ഓപ്പറേറ്റർ എടുക്കുമ്പോൾ വി സോ ദാറ്റ് j വാല്യൂ can take also integer and half integer values. പക്ഷേ ഓർബിറ്റൽ മോഷനിൽ നിന്ന് വരുന്നത് ഫുൾ ഇൻറ്റീജർ വാല്യൂസ് മാത്രമാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഹാഫ് ഇൻറ്റീജർ വാല്യൂസ് എവിടെ നിന്ന് വരുന്നത്? ഇറ്റ് അപ്പിയേഴ്സ് ഡ്യൂ ടു സ്പിൻ. ഓക്കെ, ഇറ്റ് കംസ് ഡ്യൂ ടു the values of spin. Alright, so you remember this orbital angular momentum eigenvalues are always integer values. Okay, the L values are always integer, whereas the total angular momentum, for total angular momentum this j can take integer as well as half integer values. അപ്പോൾ ഈ ടോട്ടൽ ഇതിനെ നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ഇൻറ്റീജർ വാല്യൂസ് വരുന്നത് സ്പിൻ അല്ലെങ്കിൽ വേറെ ഈ ഓർബിറ്റൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ടല്ല, ഇൻറ്റേർണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ടാണ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്പേഷ്യൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. കാരണം ദിസ് ആക്ച്വലി ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റം ആക്ച്വലി കറസ്പോണ്ട്സ് ടു സം റൊട്ടേഷൻ ഇൻ സ്പേസ്. ഓക്കെ, ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റം കറസ്പോണ്ട്സ് ടു ലെറ്റ്സ് സേ orbital angular momentum. It has something to do with rotations in actual space. Okay, but here we see that the rotations in space do not give you all the angular momentum. Alright, there is another kind of angular momentum in quantum mechanics. Classical mechanics il oru taram angular momentum mathrullu, rotations in space. Okay, all angular momentum are rotations in space. Nammal classical mechanics il varuna spin aanengil polum it is some special case of rotation in space. Okay, but in quantum mechanics rotations in space is not the only type of angular momentum. You have got some sort of other internal degrees of freedom. Okay, this is something specific to quantum mechanics, and there is also something else called spin, okay, which has no classical analog. Okay, spin has no classical analog. Okay, ഇനി ഇത് നമ്മൾ ഐഗൺ വാല്യൂസ് ആണ് കണ്ടത്. ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ഐഗൺ ഫംഗ്ഷൻസ് കാണാം. ഈ ഐഗൺ ഫംഗ്ഷൻസിന് വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്. ഓക്കെ, ഐഗൺ ഫംഗ്ഷൻസിൻ്റെ ശരിക്കും യഥാർത്ഥത്തിൽ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിലുള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ LM, കെറ്റ് LM എന്ന് പറയുന്നത് നമ്മൾ ദിസ് സം വെക്ടർ ഇൻ ഹിൽബർട്ട് സ്പേസ്, അതിൻ്റെ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ പ്രൊജക്റ്റിംഗ് ഓൺ ടു സം ബേസിസ്. ഓൾറൈറ്റ്, ദിസ് ഇസ് എ വെക്ടർ, യു ആർ പ്രൊജക്റ്റിംഗ് ഇറ്റ് ഓൺ ടു സം ബേസിസ്. ഓൾറൈറ്റ്, യൂഷ്വലി നമ്മൾ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു xi + yj + zk എന്ന് പറയും അല്ലേ. ഓക്കെ, ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഇറ്റ് ഓൺ ടു ദിസ് ബേസിസ്, this is equal to x. Okay, means you are taking scalar product with I dot, I cap. Alright, so you get this x comma y comma z, you can call it as a representation of r vector in some basis. In the same way, this r vector with Lm, this is a scalar product. Okay, these are the basis vectors. Okay, this you call the this will give you a set of numbers, and this set of numbers you call the what do you say, the representation of orbital angular momentum eigenfunctions in the coordinate space. Okay, it's just a representation. You are choosing a basis here. This is the basis set, and you are resolving the vector in a given basis. That's all. Okay, it's just a generalization of the vector algebra that we are familiar with. ഇനി ഇതിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ YLM of theta, phi. Okay, very important. Orbital angular momentum eigenfunctions in the coordinate representation, these are called spherical harmonics, and it's denoted as YLM of theta, phi. Okay, അതായത് എല്ലിൻ്റെയും എമ്മിൻ്റെയും ഡിഫറെൻറ്റ് വാല്യൂസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാകും. YLM of theta, phi is called spherical harmonic of order L. It's called the spherical harmonic of order L. ഓൾറൈറ്റ്, ഇനി ഐഗൺ വാല്യൂസ് ഇക്വേഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ നേരത്തെ L2 LM എന്നാണ് എഴുതുക അല്ലേ. L2 LM എന്നാണ് ഇത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് എഴുതുന്നതാണ്. ഇത് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതുകയാണെങ്കിൽ LMന് പകരം നമുക്ക് സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, YLM of theta, phi this equal to L+1 L into L+1 h cross square YLM of theta, phi L equal to 0, 1, 2 etc. LZ acting on this will give you MH cross. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ട് ഐഗൺ വാല്യൂസ് തന്നെയാണ് അല്ലേ. ഓക്കെ, LZൻ്റെ ഐഗൺ വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് M, L2ൻ്റെ ഐഗൺ വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് L. ഓൾറൈറ്റ്,
ഇനി ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സിന് ചില ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ഓർത്തോനോർമാലിറ്റിയാണ്. ദീസ് ആർ ഓർത്തോനോർമൽ. ഓക്കെ, ഇത് വേവ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് സ്കേലാർ പ്രോഡക്റ്റ് ഓർത്തോനോർമാലിറ്റി നമ്മൾ സാധാരണ എഴുതുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ. ജെ പ്രൈം എം പ്രൈം ജെ എം ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജെ ജെ പ്രൈം ഡെൽറ്റ എം എം പ്രൈം അല്ലേ. ഓക്കെ, അതുപോലെ എൽ പ്രൈം എം പ്രൈം എൽ എം എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എൽ പ്രൈം ഡെൽറ്റ എം എം പ്രൈം. ഓക്കെ, ഇത് ജനറലായിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഇത് നമ്മൾ കോർഡിനേറ്റ് സ്പേസിലേക്ക് എഴുതുകയാണെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റിലൊരു ഇൻറ്റഗ്രൽ ഉണ്ടാവും. റൈറ്റ്, സോ ദിസ് ഇസ് യൂഷ്വലി സൈ വിത്ത് സൈ. ഓക്കെ, ഇതാണ് നമ്മൾ ജനറലായിട്ട് ഡിറാക് നൊട്ടേഷനിൽ എഴുതുന്നത്. ഇത് ഫംഗ്ഷൻ സ്പേസിലേക്ക് എത്തുകയാണെങ്കിൽ ദിസ് ഇസ് സൈ സ്റ്റാർ ഓഫ് എക്സ്. ഈ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൈ ഇൻ ദ കോർഡിനേറ്റ് ബേസിസ്. ഓക്കെ, സൈ സ്റ്റാർ ഓഫ് എക്സ് എന്താണ്? ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൈ ഇൻ ദ കോർഡിനേറ്റ് ബേസിസ്. സൈ ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ സ്കേലാർ പ്രോഡക്റ്റിന് എഴുതുക. അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഇറ്റ്സ് വൈ സ്റ്റാർ ഓഫ് തീറ്റ കൊമ ഫൈ വൈ ഓഫ് തീറ്റ കൊമ ഫൈ ഡി ഒമേഗ. ഓക്കെ, ഡി ഒമേഗ ഇറ്റ്സ് എ സോളിഡ് ആംഗിൾ. റൈറ്റ്, ഇറ്റ് സൈൻ തീറ്റ ഡി തീറ്റ ഡി ഒമേഗ. കാരണം തീറ്റ കൊമ ഫൈ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ തന്നെ. ഡെൽറ്റ എൽ എൽ പ്രൈം ഡെൽറ്റ എം എം പ്രൈം. Alright, so these are some of the things that you need to remember. ഡി ഒമേഗ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് പറയുന്നത് സോളിഡ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ പാരിറ്റി എന്ന് പറയുന്നത് ഈ വൈ എൽ എം ഓഫ് തീറ്റ കൊമ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പാരിറ്റി ഇസ് ഡിഫൈൻഡ് ബൈ എൽ. ഇറ്റ്സ് മൈനസ് 1 റേസ് ടു എൽ. ഓൾറൈറ്റ്, ഇറ്റ്സ് മൈനസ് 1 റേസ് ടു ഇറ്റ്സ് എൽ ഹിയർ. ദ പാരിറ്റി ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു എൽ വൈ എൽ എം ഓഫ് തീറ്റ കൊമ ഫൈ. ഓൾറൈറ്റ്, ഇനി വൈ എൽ എം ഓഫ് തീറ്റ കൊമ ഫൈ ഒരു ഫംഗ്ഷനാണ്, സ്ഫെറിക്കൽ ഹാർമോണിക്സ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാക്ട് ഫോം ഇതാണ്. ഓൾറൈറ്റ്, സോ വെർ പി എൽ എം ഓഫ് കോസ് തീറ്റ ആർ ദ അസോസിയേറ്റഡ് ലെജൻഡർ ഫംഗ്ഷൻസ് ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്. ഓൾറൈറ്റ്, സോ വൈ എൽ എം ഓഫ് തീറ്റ കൊമ ഫൈ ഇസ് ദിസ്. ഓക്കെ, ഇനി അതിൻ്റെ ചില വാല്യൂസ് നമുക്ക് നോക്കാം. ഇത് മുഴുവൻ മെമ്മറൈസ് ചെയ്യാമെങ്കിൽ നല്ലത്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് you can remember some of the values, all right, especially y00. y00 is 1 by square root of 4 pi. Okay, it may be handy to remember this. y00 of theta comma phi. It has to do with the values of this associated Legendre functions. All right, you see that y00 of theta comma phi is 1 by square root of 4 pi. Okay, so you remember at least this. Okay, similarly y10 is square root of 3 by 4 pi cos theta. y1 ഇത് രണ്ടെണ്ണം മെമ്മറൈസ് ചെയ്താലും മതി. Right, it may be useful. Okay, now if you are keen, you can also remember this y of 1 comma plus or minus 1. It has this particular value, minus or plus. അതായത് y, this means that y1 comma plus 1 is equal to minus square root of 3 by 8 pi sin theta e raised to I phi. Similarly, y1 comma minus 1 is equal to plus square root of 3 by 8 pi sin theta e raised to minus I phi. Okay, all right. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നിന്ന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്തു. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ഐഗൺ ഫംഗ്ഷൻസിനുള്ള സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്നാണ് വിളിക്കുന്നത്. ആ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ചില കാര്യങ്ങൾ. Okay, let's do a problem. Right, find the magnitude of orbital angular momenta of the electron occupying the states 1s 2p 3d. നമ്മൾ പണ്ട് ബോർ ആറ്റം മോഡലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇതായിട്ട് പഠിച്ചിട്ടുണ്ടാവും SPDF എന്ന് പറയുന്നത്. ഈ SPD എന്ന് പറയുന്നതെല്ലാം സ്പെസിഫിക് ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു L equal to 0. ഓക്കെ, സ്ഫെറിക്കലി സിമെട്രിക് എന്നൊക്കെ നമ്മൾ പറയും. P കറസ്പോണ്ട്സ് ടു L equal to 1 ആൻഡ് D കറസ്പോണ്ട്സ് ടു L equal to 2. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം 1s ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 1 സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ 1s എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട് s ഈക്വൽ ടു 0. L ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ L സ്ക്വയർ എന്ന് പറയുന്നത് L ഇൻറ്റു L പ്ലസ് 1 h ക്രോസ് സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 h ക്രോസ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 h ക്രോസ്. L ഈക്വൽ ടു 0 ആണെങ്കിൽ ദിസ് ഇസ് 0. ഓൾറൈറ്റ്, ഇനി 2p എന്ന് പറയുന്നത് ദിസ് ഇസ് ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് എനർജി ഐഗൺ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ്. ഓക്കെ, എനർജി ഐഗൺ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ്. പക്ഷേ നമുക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ ദിസ് 2 ഇസ് നോട്ട് റെലവൻറ്റ്. റൈറ്റ്, ഓൺലി റെലവൻറ്റ് തിങ് ഇസ് കറസ്പോണ്ടിങ് ടു p എന്ന് പറയുന്നത് p സ്റ്റേറ്റ് ഇസ് L ഈക്വൽ ടു 1.
അപ്പോൾ ഇവിടെ നമ്മൾ L equal to 1 ഇടുകയാണെങ്കിൽ square root of 1 into 1 plus 1 h cross, so it's square root of 2 h cross. Okay, അതുപോലെ D എന്നുള്ള കേസിന് you just put L equal to 2 and this equation will give you the magnitude of orbital angular momentum, and that's equal to square root of 6 h cross. Alright. Okay, അടുത്ത ചോദ്യം ഇതാണ്. L is the moment of inertia of a molecule. Okay, L is the moment of inertia of a molecule. Find the magnitude of angular momentum and value of Lz when it's in L equal to 1 state. Find the energy. Alright. അപ്പോൾ L is the moment of inertia. Find the magnitude of angular moment. ഇത് L അല്ല, ഇത് I ആണ്. Okay, this has to be I. I is the moment of inertia of, usually നമ്മൾ moment of inertia സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന I എന്നുള്ള ലെറ്റർ ആണ്. I is the moment of inertia of a molecule. Find the magnitude of angular momentum and value of Lz when it's in L equal to 1 state. ആദ്യം L equal to 1 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് magnitude of angular momentum ആദ്യം കണ്ടുപിടിക്കാം. magnitude of angular momentum നമ്മൾ പറഞ്ഞ പോലെ square root of L into L plus 1 h cross ആണ്. h cross സ്ക്വയർ റൂട്ടിൻ്റെ പുറത്താണ്. Alright, so it's square root of 2 h cross. Fine. ഇനി ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് Lz എന്ന് പറയുന്നത് എം എച്ച് ക്രോസ്, എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് മൈനസ് L ടു പ്ലസ് L ആണ് അല്ലേ. എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 1 ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് -1 ആൻഡ് ദെൻ ഇൻ സ്റ്റെപ്സ് ഓഫ് 1. ഓക്കെ, -1 0 +1. റൈറ്റ്. സോ ഇൻ യൂണിറ്റ്സ് ഓഫ് h cross, so you can say it's -h cross, 0 and +h cross. ഓക്കെ, ഇനി എനർജി ചോദിക്കുന്നുണ്ട്. എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം യൂഷ്വലി ഇറ്റ്സ് p²/2m. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടിറ്റീസിലേക്ക് പോകുമ്പോൾ ഇവിടെ p² പകരം നമുക്കുള്ള L² ആയിരിക്കും. മാസിന് പകരമുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് സിംപ്ലി ആസ് L² ഡിവൈഡഡ് ബൈ 2I. Alright, so energy you can write it as L² divided by 2I, and L² we have already found here. Alright, L² എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് L into L plus 1 h cross square. So it's 1 into 1 plus 2 h cross square. So it's 2 h cross square divided by 2I, and it's h cross divided by I. This is the energy eigenvalue. Okay, so energy is L² divided by 2. It's just like saying p² divided by 2m. Okay, ഇവിടെ ഇത് ലീനിയർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, ലീനിയർ മോഷന് കറസ്പോണ്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ പിക്ക് പകരം ഇവിടെ നമുക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും, അതുപോലെ എമ്മിന് പകരം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ഗിവ് യു ദ എനർജി. സോ ഇറ്റ്സ് L² divided by 2I, and L² is square of this, that's 2h cross square divided by 2I. So final answer is h cross divided by I. It's a simple problem that can be asked. അടുത്ത നമ്മൾ കാണുന്നത് അഡീഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതായത് ഫിസിക്സിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് സ്പിന്നും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേറ്റ് ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊക്കെ പ്രധാനമായിട്ട് ഐഗൺ വാല്യൂസ്. റൈറ്റ്. സോ ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിന് എക്സാമ്പിളാണ് പറയുന്നത് ഇലക്ട്രോൺ വിത്ത് സ്പിൻ ഇൻ ആൻ അറ്റോമിക് ഓർബിറ്റ്. റൈറ്റ്, അതിന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റും ഉണ്ടാവും, സ്പിന്നും ഉണ്ടാവും. സോ വിൽ ഹാവ് ടു ആഡ് ദ ആംഗുലർ മൊമെൻറ്റം. വാട്ട് വുഡ് ബി ദ പോസിബിൾ ജെ വാല്യൂസ്? ഓക്കെ, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്യാപിറ്റൽ ജെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ പോസിബിൾ ജെ വാല്യൂസ്? ഓക്കെ, two electrons with spin s1 and s2 will form a system with total spin. Right, you may have to talk about two particles with spin. Okay, and അപ്പോൾ ടോട്ടൽ സ്പിന്നിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? അതുപോലെ 2 ഇലക്ട്രോൺസ് ഇൻ അറ്റോമിക് ഓർബിറ്റ്സ്. നമ്മൾ സ്പിന്നിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. റൈറ്റ്, കമ്പൈനിങ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആൻഡ് ടോട്ടൽ സ്പിൻ ഇൻ ടു ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. റൈറ്റ്, അതായത് ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇലക്ട്രോൺസിൻ്റെ ആംഗുലർ മൊമെൻറ്റം നിങ്ങൾ LS കപ്ലിംഗ് JJ കപ്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്യും, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എടുക്കും, സ്പിൻ ആഡ് ചെയ്യും, ടോട്ടൽ സ്പിൻ എടുക്കും, ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു ഡു ദ ടോട്ടൽ this is total orbital angular momentum, total spin, and you'll have to combine them together to get the total angular momentum. ഇത്തരം പല സിറ്റുവേഷൻസിൽ നമുക്ക് അഡീഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആവശ്യമായിട്ട് വരും. ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജനറൽ ടോക്കാണ്, നമ്മൾ ജനറലായിട്ട് പറയുകയാണ്. സപ്പോസ് യു നീഡ് ടു കമ്പൈൻ 2 ആംഗുലർ മൊമെൻറ്റം J1 വെക്റ്റർ ആൻഡ് J2 വെക്റ്റർ. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്റ്റേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. J1 ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്ററാണ് J1 M1. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 നമ്പേഴ്സ് ഉണ്ടാണ് J ആൻഡ് M. ഓക്കെ, ഇവിടെ 1 ഉള്ളതുകൊണ്ട് വി ഡിനോട്ട് ഇറ്റ് വിത്ത് ദ സബ്സ്ക്രിപ്റ്റ് 1, ദാറ്റ്സ് ഓൾ. റൈറ്റ്, അതിൻ്റെ ഐഗൺ വാല്യൂസ് ഈ രീതിയിൽ തന്നെയാണ്. J2 എന്നുള്ളതിൻ്റെ ഐഗൺ വാല്യൂസ് ഈ രീതിയിൽ തന്നെ J into J plus 1 h cross square. ഒക്കെ നമ്മൾ 2 എന്നുള്ള സബ്സ്ക്രിപ്റ്റ് ഇവിടെ ആഡ് ചെയ്തു എന്ന് മാത്രം.
ഓൾറൈറ്റ് ഇത് ജെയും ക്യാപിറ്റൽ ജെ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ജെ എന്നുള്ള ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ J1Z എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ Z കോമ്പോണൻറ്റ്. റൈറ്റ് അതിൻ്റെ ദാറ്റ് ഗിവ്സ് യു ദ വാല്യൂ m1 h cross. ദ ഐഗൺ വാല്യൂ ഇസ് m1 h cross. അതുപോലെ രണ്ടാമത്തെ ആംഗുലർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z കോമ്പോണൻറ്റിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് m2 h cross ആണ്. സെയിം നമ്മൾ നേരത്തെ കണ്ടതിനെല്ലാം നമ്മൾ സബ്സ്ക്രിപ്റ്റ് കൊടുത്തു എന്ന് മാത്രം. ഇനി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിന് നമ്മൾ J എന്നുള്ള സിമ്പിൾ കൊടുക്കുകയാണ്. റൈറ്റ് അപ്പോൾ അതിൻ്റെ ഐഗൺ വാല്യൂസ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ j ആൻഡ് സ്മോൾ m. റൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ നൊട്ടേഷൻ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അതായത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ക്വാണ്ടം മെക്കാനിക്കിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് ആംഗുലർ മൊമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ വെറുതെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, യു കാനോട്ട് സിംപ്ലി ആഡ് ഓൾ ദ ഐഗൺ വാല്യൂസ്. റൈറ്റ് ഐഗൺ വാല്യൂസ് വെറുതെ ആഡ് ചെയ്യാൻ കഴിയും. ഇതാണ് വെക്ടേഴ്സാണ്. യു ഹാവ് ടു ഡു സം സോർട്ട് ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ഹാവ് ഗോട്ട് ദിസ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്. റൈറ്റ് ആൻഡ് ഇൻ ദ എൻഡ് വി സേ ദാറ്റ് കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റും അതിൻ്റെ ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. Okay, there are many possible values. There are different ways in which you can combine this, and the possible values are J1 minus J2 modulus of that. കാരണം ഇത് ക്യാപിറ്റൽ ജെയുടെ ഐഗൺ വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറൈറ്റ് ക്യാപിറ്റൽ ജെയുടെ ഐഗൺ വാല്യൂസ് J ഇൻറ്റു J+1 ഇങ്ങനെ നമ്മൾ എഴുതുക. JM is equal to J ഇൻറ്റു J+1 h cross square JM. ഓക്കെ, ഈ ജെയുടെ പോസിബിൾ വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത് ഇൻ ടേംസ് ഓഫ് J1 ആൻഡ് J2. ഇൻ ടേംസ് ഓഫ് J1 ആൻഡ് J2. ഓൾറൈറ്റ് പിന്നെ രണ്ട് എക്സ്ട്രീം കേസസ് വളരെ ക്ലിയർ ആണ്. ദേ കുഡ് ബി ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ്. ഓക്കെ, ദേ കുഡ് ബി ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ്. അങ്ങനെയാണെങ്കിൽ J1 മൈനസ് J2 അല്ലെ J2 മൈനസ് J1 എന്നായിരിക്കും. ദേ കുഡ് ബി പാരലൽ ടു each other. In that case it would be J1 plus J2. And quantum mechanics says that there are some possible values in between. So it goes from J1 minus J2 up to J1 plus J2 modulus of that. കാരണം ഈ ജെയുടെ വാല്യൂ ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. ഓൾറൈറ്റ് അതായത് നമ്മൾ സൈൻ J1 minus J2 നെഗറ്റീവ് ആണെങ്കിൽ യു വിൽ ഹാവ് ടു ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ്. ഓൾറൈറ്റ് സോ ഇറ്റ് ക്യാൻ ഗോ ഫ്രം J1 minus J2 in steps of 1. Okay, in steps of 1. Alright, so going up to J1 plus J2. So it should go like this actually. ഈ ടേം എവിടെയാണ് it goes like this J1 minus J2 and then the next value you add a step of 1. Alright, so it's J1 minus J2 plus 1. Alright, modulus of that. It goes on like that and then J1 plus J2 minus 1 and the last value is J1 plus J2. Okay, this is the maximum possible value, this is the minimum value and there are values in between. Alright, there are values in between. Alright, ഇനി m ഇൻ്റെ പെർമിറ്റഡ് വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൈനസ് ജെ അപ് ടു പ്ലസ് ജെ ആണ്. സോ ക്ലിയർലി ദർ വിൽ ബി 2j plus 1 values for each j. There will be 2j plus 1 values for each j, but there are a number of j possible j values. So you have to sum over all possible j's to get the total number of states. Alright, but total number of states it's sum over 2j plus 1. From for this you have to sum over all the possible j values from J1 minus J2 to J1 plus J2. Alright, now there's another way of getting this. This is degeneration or total number of states. It's 2j1 plus 1 plus 2j2 plus 1. Okay, നമുക്കറിയാം J1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീജനറസി എന്ന് പറഞ്ഞാൽ 2j1 plus 1 ആണ്. J2 കറസ്പോണ്ട് ചെയ്യുന്ന ഡീജനറസി എന്ന് പറഞ്ഞാൽ 2j2 plus 1 ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിതിനെ ഒരു 2j1 plus 1 ഡയമെൻഷനിൽ സബ്സ്പേസ് ആയിട്ട് കണക്കാം ഹിൽബർട്ട് സ്പേസിൻ്റെ. വി ആർ കമ്പൈനിങ് ഇറ്റ് വിത്ത് അനദർ സബ്സ്പേസ് വിത്ത് ഡയമെൻഷൻ 2j2 plus 1. ഓക്കെ, അപ്പോൾ ഈ സബ്സ്പേസിലുള്ള ഓരോ ബേസിസ് വെക്ടറും ഇതിലുള്ള ഓരോ നേട്ടും കമ്പൈൻ ചെയ്യാം. Okay, so that means that in total you will have 2j1 plus 1 multiplied by 2j2 plus 1, a total number of states. Alright, so you can, this would be the number of basis vectors in your combined space. Okay, combined angular momentum space ഉള്ള number of basis vectors എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ total number of states. Alright, അപ്പോൾ ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിച്ചിരിക്കാവുന്ന കാര്യങ്ങളാണ്. And there could be some questions asked using this formula. Alright, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്പിന്നിൻ്റെ കാര്യം നോക്കാം. റൈറ്റ്, J1 is equal to half and J2 is equal to half. Right, spin half, addition of 2 spins. Okay, ഇത് വളരെ എളുപ്പമാണ്. J1 is equal to half, J2 equal to half. Right, what are the possible values of J? Right, what are the possible values of J? നമ്മൾ അതിൻ്റെ മിനിമം വാല്യൂ എടുക്കുകയാണ് J1 minus J2 modulus of that, that's 0. Right, and then you add 1, that goes to J1 plus J2. അപ്പോൾ ഈ രണ്ട് പോസിബിൾ വാല്യൂസ് മാത്രമേ ഉള്ളൂ. J1 മൈനസ് J2 0 ആണ്, J1 പ്ലസ് J2 1 ആണ്. ഓക്കെ, എൻ്റെ ഇടയിലുള്ള ഇറ്റ്സ് സ്റ്റെപ്പിൻ്റെ ഇത് പറയുന്നത് 1 ആണ്. So there are only 2 possible values. Right, so when you combine 2 angular momentum, there are 2 possible total angular momentum values
J1 equal to 0 and J2 equal to 1. Alright, ഇനി J1 0 ആണെങ്കിൽ M, so this is not J1, this is J. Okay, this is total value of J. J 0 ആണെങ്കിൽ M value can only be 0. അല്ലേ, minus J2 J, only be 0. This is known as singlet. Okay, ഇനി J1 ആണെങ്കിലോ there could be 3 possible values, -1, 0 and +1, and this is known as a triplet. Alright, so this state is called the singlet state. When J equal to 1, M can go from take values -1, 0 and +1. This state is called the triplet state. Okay, ഇനി നമ്മൾ ഇങ്ങനെ ആംഗുലർ മൊമെൻറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 2 സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ബേസിസ് വെക്ടർ ഉടനെ തന്നെ കൺസിഡർ ചെയ്യാം. ഓൾറൈറ്റ്, കാരണം ഒരു സെറ്റ് ഓഫ് ബേസ് വെക്ടേഴ്സിന് നമുക്ക് ഇങ്ങനെ ലേബൽ ചെയ്യാം. യു ക്യാൻ ഗിവ് ദ വാല്യൂ ഓഫ് J1, വാല്യൂ ഓഫ് J2, കാരണം അത് തമ്മിൽ എന്തായാലും കമ്മ്യൂട്ട് ചെയ്യും അല്ലേ. ആൻഡ് ദെൻ യു വിൽ ഹാവ് M1 ആൻഡ് M2. ഓൾറൈറ്റ്, ഇതിനെ ഇത് ശരിക്കും എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് വാട്ട് ഈസ് എ ഔട്ടർ പ്രോഡക്റ്റ് ഓഫ് 2 ബേസസ്. ഓൾറൈറ്റ്, അതായത് J1 എന്നുള്ളതിൻ്റെ ഐഗൺ വെക്ടേഴ്സിൻ്റെ ബേസിസ് എന്നുള്ള ഓരോ വെക്ടർ എടുത്തിട്ട് J2 എന്നുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ വെക്ടേഴ്സിൻ്റെ ബേസിസിലുള്ള ഓരോ സ്റ്റേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കിവിടെ J1 M1 ഉണ്ട്, ഇവിടെ J2 M2 ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട് അല്ലേ. ഇതിലുള്ള ഓരോന്നും ഇതൊരു സെറ്റാണ്. ഓക്കെ, അത് ഇതൊരു സെറ്റ് ഓഫ് ബേസിസ് വെക്ടേഴ്സ്, ഇത് വേറെ സെറ്റ് ഓഫ് ബേസിസ് വെക്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ പുതിയ ബേസിസിൽ കമ്പൈൻഡ് ബേസിസിൽ ഇതിലുള്ള ഓരോ വെക്ടറിനെ ഇതിലുള്ള ഓരോന്നായിട്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയ ബേസിസ് വെക്ടേഴ്സ് എടുക്കുക. അതാണ് ഇതിൻ്റെ അർത്ഥം. ദിസ് കോൾഡ് ആൻ ഔട്ടർ പ്രോഡക്റ്റ്. ഓക്കെ, ബ്രീഫായിട്ട് J1 J2 നമ്മൾ ഓൾറെഡി ഇനീഷ്യലി നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ബ്രീഫായിട്ട് നമുക്കിതിനെ M1 M2 എന്ന 2 വാല്യൂസ് കെറ്റിൻ്റെ ഉള്ളിലിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബേസിസ് സെറ്റിന് നമുക്ക് M1, M2 എന്ന് എഴുതാം. ഓൾറൈറ്റ്, M1 M2. ഓൾറൈറ്റ്, ഇനി വേറെ പോസിബിൾ ബേസിസ് എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം പറയാം. J1 J2 പറയണം, അതിനോടൊപ്പം തന്നെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം പറയുക എന്നുള്ളതാണ് J ആൻഡ് M. ഓക്കെ, ഈ ബേസിന് നമ്മൾ JM എന്നാണ് എഴുതുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് രണ്ടും ഒരേ ഹിൽബർട്ട് സ്പേസിൻ്റെ 2 ഡിഫറെൻറ്റ് ബേസിസ് ആണ്. 2 സെപ്പറേറ്റ് ബേസിസ്. സോ യു ക്യാൻ കണക്ട് ദം ബൈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും യൂണിറ്ററി ഇപ്പോൾ ഈ ഹിൽബർട്ട് സ്പേസിൻ്റെ ബേസിസ് യൂണീക്ക് അല്ല. യു കുഡ് ടേക്ക് any number of basis vectors, okay, which are complete and which obey the properties of being a basis vector. അപ്പോൾ ഒരു ബേസിസിൽ നിന്ന് വേറെ ബേസിലേക്ക് പോകുന്നത് യൂഷ്വലി യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴിയാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻസിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ബേസിസിലുള്ള ഓരോ വെക്ടറിനെയും മറ്റൊരു ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യൻസിനെ നമുക്ക് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സിലെ എലിമെൻറ്റ്സ് ആണ്. ഇതിനെ നമ്മൾ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് J1 J2 JM, ഇതൊരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് JM എന്നുള്ള സ്റ്റേറ്റിനെ നമ്മൾ J1 J2 M1 M2, ഇത് ഒരു ബേസിസാണ്, ഇത് വേറെ ബേസിസാണ്. അതായത് ഇത് സെക്കൻഡ് ബേസിസിലുള്ള പുതിയ ബേസിസിലുള്ള ഓരോ വെക്ടറിനെയും പഴയ ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതുക ചെയ്യുന്നത്. Alright, അപ്പോൾ ഈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് യു വിൽ സീ ദാറ്റ് ദിസ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ദിസ് വിൽ ഡിപ്പെൻഡ് ഓൺ J1 M1 J2 M2 J ആൻഡ് M, കാരണം ഇതിനെ കണക്ട് ചെയ്യുന്നതാണ് അല്ലേ. M1 M2നെയും JMനെയും കണക്ട് ചെയ്യുന്ന ഈ എന്താണ് എക്സ്പാൻഷനിലത്തെ കോഎഫിഷ്യൻസ് ആണ്. സോ ദിസ് വിൽ ജനറലി ഡിപ്പെൻഡ് ഓൺ ഓൾ ദീസ് ടേംസ് ആൻഡ് യു ഹാവ് ടു സം ഓവർ ഓൾ ദ ബേസിസ് വെക്ടേഴ്സ്. ഓൾറൈറ്റ്, ഇനി ഈ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ 2 പോസിബിൾ ബേസിസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബേസിസ് ഇമാജിൻ ചെയ്യാം. ഈ 2 ബേസിസിനെ കണക്ട് ചെയ്യുന്ന യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ്, യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സിൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ് ആണ് ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഈ പേര് നമ്മളൊന്ന് പരിചയിച്ചിരിക്കണം. ഇറ്റ് കുഡ് ബി ആസ്ക്ഡ്, സംതിങ് കുഡ് ബി ആസ്ക്ഡ് അബൌട്ട് ദിസ് ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ്. ഓക്കെ, ഓൾറൈറ്റ്, ഇനി ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസിൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് ചില കേസിൽ മാത്രം ആണ് നോൺ സീറോ ആകുക. ഇതിനാണ് നമ്മൾ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ എളുപ്പം മനസ്സിലാവുന്നതാണ്. ഒന്നാമത്തെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് M ഹാസ് ടു ബി ഈക്വൽ ടു M1 + M2. അതായത് JZ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് J1Z + J2Z ആണ് അല്ലേ. സെപ്പറേറ്റ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ Z കോമ്പണൻറ്റിൻ്റെ സമ്മാണ് JZ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐഗൺ വാല്യൂ M എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു M1 + M2. ഓൾറൈറ്റ്, അതായത് ഇതിൻ്റെ അർത്ഥം ഇത് ശരിക്കും ഒരു ലീനിയർ ഒരു കോമ്പിനേഷൻ, ഒരു സം ഓവർ സ്റ്റേറ്റ്, ഒരു സം ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ലീനിയർ കോമ്പിനേഷൻ ഓഫ്
സം ഓഫ് ദ വെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ സമ്മിൽ വരുന്ന ഓരോ വെക്ടറിനും ഓരോ വെക്ടറിലും M1 M2 ഉണ്ട്. ഈ M1 + M2 എന്ന് പറയുന്നത് M ന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസ് മാത്രമേ സമ്മേഷനിൽ വരുള്ളൂ. ഇതിനെയാണ് സെലക്ഷൻ റൂൾ 1 എന്ന് വിളിക്കുന്നത്. ഓൾറൈറ്റ്, M ഹാസ് ടു ബി ഈക്വൽ ടു M1 + M2. അതായത് നമ്മൾ ഈ സം J1 J2 Jm എന്നുള്ളതിനെ J1 J2 M1 M2 എന്നുള്ള ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ്, നോൺ സീറോ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് വിൽ കറസ്പോണ്ട് ടു കേസ് വെർ M ഈക്വൽ ടു M1 + M2. ഈ ബേസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ M ഈക്വൽ ടു M1 + M2 അല്ലാത്ത ടേംസും ഉണ്ടാവും, പക്ഷേ അതിനുള്ള ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കും. നമ്മുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്തത് J1 - J2, ഈ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ബിറ്റ്വീൻ J1 - J2 ആൻഡ് J1 + J2. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ മാത്രമേ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് നോൺ സീറോ ആവുകയുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ഇത് ഓബ്വിയസ് ആണ് അല്ലേ. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ പോസിബിൾ വാല്യൂസ് ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല. യു ക്യാൻ കോൾ ദിസ് ആസ് ദ സെലക്ഷൻ റൂൾസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ് 0 ആണോ 0 അല്ല എന്നൊക്കെ ചോദിക്കാം. So let's do an example of combining two spin half states. അപ്പോൾ ഈ സ്പിൻ ഹാഫ് സ്റ്റേറ്റ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സാക്ട് ഇതെങ്ങനെയാണ് ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് ഡെറൈവ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് അതിൻ്റെ റിസൾട്ട് മാത്രം. ഇത് വളരെ പരിചയമുള്ള ഒരു കേസാണ്. അപ്പോൾ ഈ കേസിൽ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്താണെന്ന് മാത്രം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് S1 M1 ഔട്ടർ പ്രോഡക്റ്റ് S2 M2. അതിൻ്റെ സെപ്പറേറ്റ് M1 M2 എന്നുള്ള ബേസാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഇത് J1 M1 ആണ്, ഇത് J2 M2 ആണ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് M1 M2 എന്നുള്ള വാല്യൂ കൊണ്ടാണ്. ഈ M1 പ്ലസ് ഹാഫ് ആണെങ്കിൽ നമ്മൾ അപ്പ് എന്ന് എഴുതും, മൈനസ് ഹാഫ് ആണെങ്കിൽ ഡൗൺ എന്ന് എഴുതും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 2J1 + 1 × 2 + 1 എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാവും. സോ 2 × half + 1 multiplied by 2 × half + 1. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. സോ ദിസ് ആർ 4 സ്റ്റേറ്റ്സ്. ഓൾറൈറ്റ്, ഇതാണ് നമ്മുടെ ഒരു 4 ഡയമെൻഷണൽ ബേസിസ് ആണ് നോക്കുന്നത്. ഒരു 4 ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു 4 ഡയമെൻഷണൽ സബ് സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. അതിലൊരു ബേസിസ് വെക്ടർ ഇതാണ്, അതായത് M1 M2, M1 + ഹാഫും M2 + ഹാഫും ആയിട്ടുള്ള ഒരെണ്ണമാണ് ആദ്യത്തെ കേസ്. കാരണം നമ്മൾ കമ്പൈൻ ചെയ്യണം അല്ലേ, നമ്മുടെ ഒരു ബേസിസിൽ ഇതാണുള്ളത്. ബേസിസ് 1 എങ്ങനെ എഴുതാം? ബേസിസ് 2 ഓൾസോ ഹാസ് 2 പോസിബിൾ വാല്യൂസ്. ഈ ബേസിസ് 1 എന്ന് പറയുന്നത് S1, SZ എന്നുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. S1Z, ഇത് S2, S2Z. ഇനി ഇതിലുള്ള ഓരോന്നായിട്ടും കമ്പൈൻ ചെയ്യാം. യു കമ്പൈൻ ദീസ് ടു, യു ഗെറ്റ് എ സ്റ്റേറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇസ് 1 സ്റ്റേറ്റ് ഇൻ യുവർ ബേസിസ്. യു ക്യാൻ കമ്പൈൻ ദീസ് ടു ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു. ആൻഡ് ദെൻ യു ക്യാൻ കമ്പൈൻ ദീസ് ടു, ദാറ്റ് വുഡ് ഗിവ് യു down, up and then down. ഇതാണ് നമ്മുടെ 4 ഡയമെൻഷണൽ ബേസിസ് എന്ന് പറയുന്നത്. ആ ബേസിസ് വെക്ടേഴ്സ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് M1 M2 ഡിനോട്ട് ചെയ്യുന്നതിലൂടെ. ദീസ് ആർ ദ 4 ബേസിസ് സ്റ്റേറ്റ്സ്. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് S1 കറസ്പോണ്ട് ആയിട്ടൊരു ബേസിസ് ഉണ്ട്, അത് 2 ഡയമെൻഷനിലാണ്. S2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ഉണ്ട്, അത് 2 ഡയമെൻഷനിലാണ്. ഇതിനെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു 4 ഡയമെൻഷണൽ ബേസിസ് ആണ് എടുക്കുന്നത്. ഇതിന് ഔട്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ കോമ്പിനേഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് സിംഗ്ലെറ്റിൻ്റെ കേസ് നോക്കാം. സിംഗ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ സ്പിൻ. S1 = half, S2 = half. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടാണ് 0 and 1. അതായത് S = 0 എന്നുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ S = 0 ആണെങ്കിൽ നമ്മുടെ JM എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദിസ് ഗോസ് ടു J. നമ്മൾ ഓൾറെഡി 0 എന്ന് ഫിക്സ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള M ഒരേ ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ 0. ഇതിന് ഒരേ ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ, ദാറ്റ് ഈസ് 0. അപ്പോൾ ഈ ബേസിസിൽ ഏതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഈ ബേസിസിൽ ഏതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നോക്കാം. അതായത് ഇത് M1 ഇത് M2 അല്ലേ. അതായത് M1 + M2 = 0, M1 + M2 = 0 ആയിട്ടുള്ള സ്റ്റേറ്റ്സ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഇതിലേതിലൊക്കെയാണ് M1 + M2 M2 0 ആവുന്നത്? ഇതിൽ M1 + M2 0 ആണ്, ഇതിൽ M1 + M2 0 ആണ്. അപ്പോൾ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ 2 സ്റ്റേറ്റ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതാണ് ഒരു സെലക്ഷൻ റൂൾ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അതായത് നമ്മുടെ സിംഗ്ലെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് JM, അതായത് SM ഇൻ ദിസ് കേസ്, ദിസ് ഇസ്
0 is 0, നമ്മൾ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ 0, and the corresponding m value is 0. Right? And there are two possible vectors, two possible basis vectors contributing to it. കാരണം ഈ രണ്ട് കേസിൽ മാത്രമാണ് m1 പ്ലസ് m2 0 ആവുന്നത്. നമുക്കിവിടെ m1 പ്ലസ് m2 0 ആണ്, നമ്മൾ ഈ പറഞ്ഞ സെലക്ഷൻ റൂൾ അനുസരിച്ച്. m ഹാസ് ടു ബി ഈക്വൽ ടു m1 പ്ലസ് m2. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻസ് നമുക്കത് എളുപ്പം കണ്ടുപിടിക്കാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാക്സിമൽ സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ലാഡർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ബാക്കി കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പ് ഡൗൺ മൈനസ് ഡൗൺ അപ്പ് വിത്ത് കോഎഫിഷ്യൻസ് 1/√2. ഓക്കെ, ഇതിനെ നോർമലൈസ് ചെയ്യുകയാണെങ്കിലും ഇതിന് രണ്ടിനും ഒരേ പ്രോബിലിറ്റി ആണുള്ളത് എന്നാണ് പറയുന്നത്, ഹാഫ് പ്രോബിലിറ്റി. ഓക്കെ, പ്രോബിലിറ്റി ഹാഫ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 1/√2 മൈനസ് 1/√2 ആണ് ഈ കേസിൽ, സിംഗ്ലറ്റ് കേസിൽ. റൈറ്റ്, ഇനി ട്രിപ്ലെറ്റ് ആണെങ്കിലോ, ട്രിപ്ലെറ്റ് ആണെങ്കിൽ ദിസ് ഇസ് യുവർ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എസ്, ടോട്ടൽ സ്പിൻ എസ്, ആൻഡ് ദിസ് ഇസ് യുവർ എം. ഓക്കെ, ഇനി 1 ആയിരിക്കുമ്പോൾ എമ്മിന് +1 ആയിരിക്കാം. റൈറ്റ്, m+1 ആണെങ്കിൽ m1 പ്ലസ് m2 +1 ആയിട്ടുള്ള സ്റ്റേറ്റ്സ് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതിവിടെ മാത്രമാണ് അല്ലേ, അപ്പം ഇവിടെ എഴുതുന്ന ഹാഫാണ്, ഹാഫ് പ്ലസ് ഹാഫ് 1. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതേസമയം ഇതിന് അടുത്തൊരു പോസിബിളാണ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 1 ആൻഡ് m വാല്യൂ 0. ഓക്കെ, j = 1 ആൻഡ് m = 0. ഇങ്ങനെയൊക്കെ പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് m1 പ്ലസ് m2 0 ആയിട്ടുള്ള പോസിബിലിറ്റീസ് തന്നെയാണ്. ഇത് ഈ കേസിൽ m1 പ്ലസ് m2 0 ആണ്, ഈ കേസിലും m1 പ്ലസ് m2 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, ഇതേ വെക്ടേഴ്സ് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ 1/√2 മൈനസ് 1/√2 ആണെങ്കിൽ ഇവിടെ 1/√2 പ്ലസ് 1/√2 ആണ്. ഓക്കെ, ഇനി 1 - 1 ആണെങ്കിൽ വീണ്ടും ടോട്ടൽ m -1 ആകുന്ന രീതിയിൽ ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ, വേർ m1 is -half ആൻഡ് m2 is -half. സോ ദർസ് ഓൺലി 1 കോൺട്രിബ്യൂഷൻ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെയുള്ള ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ 1/√2 പ്ലസ് 1/√2, ഇവിടെ 1/√2 മൈനസ് 1/√2. ഓൾറൈറ്റ്, അപ്പോൾ ഈ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ്സ് യൂഷ്വലി നമ്മൾ ഒരു ടേബിളായിട്ട് എഴുതാറുണ്ട്. പലപ്പോഴും നമ്മൾ മാത്തമാറ്റിക്ക പോലുള്ള പ്രോഗ്രാംസിൽ ഈ ടേബിൾ ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻറ്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് പ്രോഗ്രാമിങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ ഈ വാല്യൂസ് നമുക്ക് പ്രോഗ്രാംസ് ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉപയോഗിച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഇനി നമുക്ക് ഈ റെപ്രസെൻറ്റേഷനും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് റോയിൽ ഓക്കെ സ്റ്റേറ്റ്സ് J1 M1 ഇൻറ്റു J2 M2 എന്നുള്ളത് ഡിഫറെൻറ്റ് റോസിലിടും, അതുപോലെ J1 J2 JM എന്നുള്ളത് ഡിഫറെൻറ്റ് കോളംസിലിടും. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം. റൈറ്റ്, ഓക്കെ, ഈ J വാല്യൂ M വാല്യൂ ആണ് നമ്മളിവിടെ എഴുതുന്നത്. J വാല്യൂ M വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ഇവിടെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഉദാഹരണത്തിന് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്നത് Jയുടെയും M-ൻ്റെയും വാല്യൂ ആണ്. ഓക്കെ, ഇത് ടോട്ടൽ J, ദിസ് ഇസ് ടോട്ടൽ M. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ സ്റ്റേറ്റ് 1,1, അതായത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൽ 1,1 എന്നുള്ള സ്റ്റേറ്റാണിത്. റൈറ്റ്, ഈ ടേബിളിൻ്റെ മീനിങ് ഇതാണ്, ദിസ് ഇസ് ഈക്വൽ ടു, ഇതാണ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. സോ 1 മൾട്ടിപ്ലൈഡ് ബൈ ആൻഡ് ദിസ് ഇസ് ദ ബേസിസ്. ഓക്കെ, പ്ലസ് ഹാഫ്, അതായത് റൈറ്റ്. ഇനി അടുത്തത് 1 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ് the basis 1/2, minus half has a coefficient 1/√2. Okay, so it's 1/√2, half, minus half. All right, and then 1 0 എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ again there is the coefficient plus 1/√2 of, and then you have got minus like this. Okay, minus half plus half. Okay, ഇത് തന്നെയാണ് നമ്മൾ മുൻപ് എഴുതിയത്. ഈ ടേബിൾ ഇതിനെ സമ്മറൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു ടേബിൾ എന്നിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞു, യു ഷുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ്. ഇനി അടുത്തത് 0,0 എന്നുള്ള സ്റ്റേറ്റ് നോക്കാം. അതായത് JM is equal to 0,0. ഓക്കെ, അപ്പോൾ 0 0 എന്നുള്ള സ്റ്റേറ്റ് നമ്മളിവിടെ നിന്ന് എടുത്ത് എഴുതി. ദിസ് ഇസ് ദ സ്റ്റേറ്റ് 0 0. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ J വാല്യൂ ആൻഡ് ദിസ് ഇസ് ദ M വാല്യൂ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ബേസിസ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഹാഫ്, മൈനസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/√2 ഉണ്ട്. സോ ദിസ് ഇസ് 1/√2 മൾട്ടിപ്ലൈഡ് ബൈ പ്ലസ് ഹാഫ്, ഫസ്റ്റിൻ്റെ സ്പിൻ പ്ലസ് ഹാഫ്, അടുത്തത് മൈനസ് ഹാഫ്. റൈറ്റ്, ആൻഡ് ദെൻ നമ്മളിങ്ങനെയാണ് നോക്കേണ്ടത്. റൈറ്റ്, മൈനസ് ഹാഫ്, പ്ലസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് -1/√2. സോ -1/√2, ആൻഡ് ദെൻ യു ഹാവ് ഗോട്ട് ഡൗൺ അപ്പ്.
റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലെപ്ഷ് ഗോർഡൻ കോഎഫിഷ്യൻസിനെ ഇതിൽ സമ്മറൈസ് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റേറ്റും കൂടെ ഉണ്ട് 1,-1, അതും കൂടെ എഴുതിയേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 1,-1 നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലായിടത്തും 0 ആണ്. ഇവിടെ ഒന്നും എഴുതാത്തടത്തെല്ലാം 0 ആണെന്നാണ് അർത്ഥം. റൈറ്റ്. സോ 1,-1. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഓൺലി വൺ സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ടിങ് ഇറ്റ് ആൻഡ് ദ ക്ലെപ്ഷ് ഗോർഡൻ കോഎഫിഷ്യന്റ് ഇസ് 1 ആൻഡ് ഇറ്റ് ഇസ് ഡൗൺ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ ഇത് റഫായിട്ട് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിരുന്നത് സെലക്ഷൻ റൂൾസിനെ കുറിച്ചും എങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ആണ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നെല്ലാം ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായി മതി. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ചോദിച്ചിട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് പോസിബിൾ ആയിട്ടുള്ള ആംഗുലർ മൊമെൻ്റ് കോമ്പിനേഷൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, വിൽ ബി ഡൂയിങ് എക്സാമ്പിൾസ് ഇൻ അവർ പ്രോബ്ലം സെഷൻ. ഓക്കെ, so just now we need to have a surface level idea about all these things. Okay. ഇനി ആംഗുലർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആംഗുലർ മൊമെൻറ്റും റൊട്ടേഷൻസും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിനും ക്വാണ്ടം മെക്കാനിക്സിലും എല്ലാം പഠിച്ചിട്ടുണ്ടാകും സിമെട്രിയും കൺസർവേഷൻ ലോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലേ. അതായത് റൊട്ടേഷണൽ സിമെട്രി ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ആയിരിക്കും കൺസേർവ്ഡ്, അതുപോലെ റൊട്ടേഷൻ്റെ ജനറേറ്ററാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ റൊട്ടേഷൻ്റെ ജനറേറ്ററാണ് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ. ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ റൊട്ടേഷൻ്റെ ജനറേറ്ററാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് നമ്മൾ പറയും. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ റൊട്ടേറ്റിംഗ് എ സിസ്റ്റം ബൈ സ്മോൾ ആംഗിൾ ഡെൽറ്റ തീറ്റ, an infinitesimal amount ഡെൽറ്റ തീറ്റ. ഓൾറൈറ്റ്. എബൌട്ട് സം ആക്സിസ് എൻ ക്യാപ്പ്. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, ഓപ്പറേറ്റർ അല്ല, ദിസ് എ യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷനെ അപേക്ഷിച്ച് നമ്മൾ ഒരു ചെറിയ റൊട്ടേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ചേഞ്ചസ് ഓൺലി ഇൻഫിനിറ്റെസിമലി ഫ്രം യുവർ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അതായത് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ മാറ്റം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻസിനെ ഇങ്ങനെ എഴുതാം. 1 എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ് ആക്ച്വലി. ദിസ് ഇസ് എൻ ഓപ്പറേറ്റർ യൂണിറ്റ്, വാട്ട് ഈസ് എ യൂണിറ്റ് ഓപ്പറേറ്റർ ഓർ ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ, ആൻഡ് ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻഫിനിറ്റെസിമലി ഫ്രം ദ യൂണിറ്റ് ഓപ്പറേറ്റർ. ഓൾറൈറ്റ്. So we can pull this I by h cross out of it for historical reasons, let's say, right, or for simplicity. അപ്പോൾ I by h cross എടുത്ത് ഡെൽറ്റ തീറ്റ ഇതാണ് പാരാമീറ്റർ, എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യണം തീരുമാനിക്കുന്ന പാരാമീറ്റർ, ആൻഡ് ദിസ് ഇസ് ദ ജനറേറ്റർ ഓഫ് ദ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗുലർ മൊമെൻറ്റ് ഓപ്പറേറ്റർ ഹെർമീഷനായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് -I by h cross നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ജസ്റ്റ് എ ഡീറ്റെയിൽ. Okay, so you can say that n dot j, this is the projection of angular momentum or the component of angular momentum along n direction. നമുക്ക് ചെയ്യേണ്ടത് you need to make an infinitesimal rotation about some angle. Okay, some direction n cap. You need to make an infinitesimal rotation about some direction n cap. Alright, and you will see that it is generated by the projection of the angular momentum operator along this direction. Alright, or the component of the angular momentum vector along this direction. ഓക്കെ, ഉദാഹരണത്തിന് Z ആക്സിസിനെ അപേക്ഷിച്ചാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ലെറ്റ്സ് സേ Z ക്യാപ് ഡോട്ട് ജെ വെക്ടർ വിച്ച് ഇസ് നത്തിങ് ബട്ട് JZ. ഓൾറൈറ്റ്. ഓക്കെ, ഇനി ഫൈനൈറ്റ് റൊട്ടേഷൻസ് ആണെങ്കിൽ യു ക്യാൻ മൾട്ടിപ്ലൈ സോ മെനി an infinite number of terms like this to get a finite rotation. Okay, അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we'll see that it is equal to e raised to this thing, e raised to -I by h cross theta. ഡെൽറ്റ തീറ്റ എന്നുള്ളതിനൊക്കെ ഇവിടെ തീറ്റയാണ്, കാരണം ഡെൽറ്റ തീറ്റ ഒരു ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷനാണ്. തീറ്റ ഇസ് ദ ഫൈനൈറ്റ് റൊട്ടേഷൻ, ദ പാരാമീറ്റർ ബൈ വിച്ച് യു ആർ മേക്കിംഗ് എ ഫൈനൈറ്റ് റൊട്ടേഷൻ, ആൻഡ് ദെൻ ദിസ് ഇസ് n dot j. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ദിസ് ക്യാൻ ബി ഡയറക്ട്ലി ആസ്ക്ഡ് ഇൻ എ ക്വസ്റ്റ്യൻ. റൈറ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഗിവ്സ് യു ദ the operator for rotation by an angle theta. Okay, and then you should be able to pick out the correct answer. This is for the finite rotation and this is for infinitesimal rotation. All right. N vector എന്ന് പറയുന്നത് is the axis about which the rotation is carried out. N cap is the direction or it's the unit vector along the direction about which the rotation is carried out. Okay, I hope these things are clear. So it's important, angular momentum is the generator of rotations. ഇപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം റൊട്ടേഷൻ്റെ ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വെക്ടേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെസിഫിക് ബിഹേവിയർ ഉണ്ട്, അതിൻ്റെ കോമ്പൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ വെക്റ്റർ ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ ആംഗുലർ മൊമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് JI വിത്ത് VJ വിത്ത് എനി വെക്റ്റർ VJ യു ക്യാൻ റൈറ്റ് as IH cross epsilon IJK VK. ദിസ് ഇസ് ആക്ച്വലി എ സ്പെഷ്യൽ കേസ്, കാരണം നമ്മൾ നേരത്തെ കണ്ടൊരു സ്പെഷ്യൽ കേസാണെന്ന് പറയാം. JI വിത്ത് JJ, JI വിത്ത് JJ. ഓക്കെ, ഐ തിങ്ക്
നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ കറക്റ്റ്. റൈറ്റ്. നൗ ദിസ് ഇസ് ഇത് നമുക്കറിയാം ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഓപ്പറേറ്റർ ആണ്. ദ തിങ് ഇസ് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റ്, ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഈസ് കോമൺ ടു ഓൾ വെക്റ്റർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ആംഗുലർ മൊമെൻറ്റ്. ആംഗുലർ മൊമെൻറ്റ് ഒരു വെക്റ്ററാണ്, പക്ഷേ ഈ ജെയുടെ സ്ഥാനത്ത് ഏത് ഓപ്പറേറ്റർ ആണെങ്കിലും, ഇവിടെ വി ജെ ആണെങ്കിൽ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. Alright, because all vectors have the same kind of behavior under rotations. Alright, so it's important to remember this commutation relation also. നമ്മൾ ആംഗുലർ മൊമെൻ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ജെ ഐ വിത്ത് വി പി, ഓക്കെ, ജെ എക്സ് വിത്ത് പി പി വൈ എന്താണെന്ന് ചോദിച്ചേക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് result to write the answer immediately. You don't have to go into all the separate commutation relation. Alright, ഇനി ഇവിടെ ജെ എന്ന് പറയുന്നത് ഫുൾ ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്ററാണ്. ഓക്കെ, ജെ വെക്ടർ ഇസ് ഈക്വൽ ടു എൽ വെക്ടർ പ്ലസ് എസ് വെക്ടർ. ദിസ് ഇസ് ദ ഫുൾ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആൻഡ് ദിസ് റിലേഷൻ ഈസ് ട്രൂ ഫോർ ഓൾ ഓപ്പറേറ്റേഴ്സ്. ദിസ് റിലേഷൻ ഈസ് ട്രൂ ഫോർ ഓൾ ഓപ്പറേറ്റേഴ്സ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിന് പകരം എൽ വെക്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഉദാഹരണത്തിന് എൽ ഐ വിത്ത് വി ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ വി കെ. ഓൾറൈറ്റ്, ബട്ട് ദിസ് does not work for just one vector. ഒരു വെക്ടറിന് മാത്രം ഇത് വർക്ക് ചെയ്യില്ല. ദാറ്റ് വെക്ടർ ഇസ് ദ സ്പിൻ ഓപ്പറേറ്റർ. ഓൾറൈറ്റ്, അതായത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ വെക്ടേഴ്സ്. ഓക്കെ, ഈവൻ ഫോർ സ്പിൻ ജെ ഐ വിത്ത് എസ് ജെ സ്പിൻ ഓപ്പറേറ്റർ ആണെങ്കിലും ദിസ് ഇസ് ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ എസ് കെ. ഫൈൻ. ഓൾറൈറ്റ്, നൗ for all other vectors we have got Li with Vj. For all other vectors this is equal to IH cross epsilon Ijk Vk. This is true for all other vectors. Okay, ഇത് ചെറിയ ഡീറ്റെയിൽ ആണ്. ഇറ്റ്സ് ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ പെടുന്നുണ്ട്, നമ്മൾ പറയുന്നതെന്ന് മാത്രം. ഓക്കെ, Li with Vj for any vector. For all other vectors the orbital angular momentum is just fine. Okay, except for the spin vector. Li with Sj is 0. ഓൾറൈറ്റ്, അപ്പോൾ സ്പിന്നിനെയും കൂടെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, സ്പിന്നുള്ള ഓപ്പറേറ്ററിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ. ഓൾറൈറ്റ്, ഫോർ ഓൾ അതർ വെക്ടേഴ്സ് ദിസ് ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. എൽ ഐ വിത്ത് വി ജെ ഇസ് ഓൾസോ ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ വി കെ. ഓക്കെ, സ്പിൻ വേണമെങ്കിൽ മാത്രം it is Li does not give you the correct rotational properties for the spin operator. For that you need the total angular momentum. അപ്പോൾ ജനറലായിട്ട് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആണ് റൊട്ടേഷൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. റൈറ്റ്, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററാണ് റൊട്ടേഷൻ്റെ ജനറേറ്റർ, അല്ലെ റൊട്ടേഷൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി സ്പിൻ ഒഴികെ ബാക്കി വെക്ടേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ബിഹേവ്സ് ജസ്റ്റ് ഗിവ്സ് യു ദ കറക്റ്റ് റൊട്ടേഷൻ. ഓക്കെ, റൈറ്റ്. So this is true for all vector operators except for spin. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. Let's do a couple of simple problems. What is the minimum uncertainty product of jx and jy in the state jm? ഓക്കെ, നമ്മൾ അൺസർട്ടനിറ്റി റിലേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് എന്താണ്? ഡെൽറ്റ ജെ എക്സ് ഡെൽറ്റ ജെ വൈ. ഓക്കെ, ഇതിൻ്റെ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് എന്താണ്? അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷനാണ്. ദിസ് യു ഹാവ് ടു മെമ്മറൈസ്. ഓക്കെ, ദിസ് സേസ് ദാറ്റ് ഡെൽറ്റ എ ഡെൽറ്റ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് മോഡുലസ് ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അതായത് അൺസർട്ടനിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ഡിസൈഡഡ് ബൈ ദ കമ്മ്യൂട്ടേറ്റർ. Uncertainty is decided by the commutator. Okay, you have to take the average value and the modulus. That's all. All right. This you have to remember. അപ്പോൾ ഈ റിലേഷൻ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിലേഷനാണ്. ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷൻ എന്നാണ് പറയുന്നത്. പ്ലീസ് മെമ്മറൈസ് ദിസ്. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഡെൽറ്റ ജെ എക്സ് ഡെൽറ്റ ജെ വൈ അപ്പോൾ നമുക്ക് എഴുതാം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാഫ്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെൽറ്റ ജെ എക്സ് ഡെൽറ്റ ജെ വൈ. ഓക്കെ, ഇതിൻ്റെ മിനിമം അൺസർട്ടനിറ്റിയാണ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഈ ഈക്വൽ ടു സൈനാണ് മിനിമം വാല്യൂ തരിക. റൈറ്റ്, വാട്ട് യു ഹാവ് ഹാഫ് and then you have a modulus here and then an expectation value of jx and jy, commutator of jx and jy. But we already know the commutator of jx and jy. This is equal to half. Don't forget this. What is this? It is I h cross jz. I h cross jz. ഓക്കെ, ഈ ഐ എച്ച് ക്രോസ് എന്ന് പറയുന്ന നമ്പറാണ്. യു ക്യാൻ പുൾ ഇറ്റ് ഔട്ട് ഓഫ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ. അപ്പോൾ ഐ എച്ച് ക്രോസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മോഡുലസിൻ്റെ പുറത്ത് കൊണ്ടുവരാം. കാരണം ഐ എച്ച് ക്രോസ് അല്ലെങ്കിൽ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഐ എച്ച് ക്രോസ് മോഡുലസ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി മൈനസ്
h cross multiplied by minus ih cross multiplied by plus ih cross. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. റൈറ്റ്. സോ എനിവേ ദിസ് ഐ വിൽ ഗോ അവേ ആൻഡ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഹാഫ്. ഈ ഐ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡുലസ് നമ്മളിടുന്നത്. ഇവിടെ എച്ച് ക്രോസ്. ഓക്കെ. നൗ വാട്ട്സ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ജെ സെഡ്? ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ജെ സെഡ് അറിയണമെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കണം, ഏത് സ്റ്റേറ്റിലുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ നോക്കണം. പക്ഷേ സ്റ്റേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, ജെ എം ആണ്. ഇതിനാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ജെ എം എന്നുള്ള സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ജെ സെഡ് ആക്ടിങ് ഓൺ ജെ എം ഇസ് ഈക്വൽ ടു എം എച്ച് ക്രോസ് ജെ എം. എം എച്ച് ക്രോസ് ജെ എം, ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ദിസ് ബിക്കംസ് എം എച്ച് ക്രോസ് ജെ എം. എം എച്ച് ക്രോസ് ഇസ് എ നമ്പർ, യു ക്യാൻ പുൾ ഇറ്റ് ഔട്ട് സൈഡ്. Alright, ബാക്കിയുള്ളത് ജെ എം വിത്ത് ജെ എം ബൈ ഓർത്തോനോർമാലിറ്റി ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു 1. Alright, so this becomes half h cos, so it becomes half modulus of m h cos square. Alright, ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ I'll just explain this. What we have found here is jz jm jm. Right, what is jz jm? This is equal to jm. Jz acting on jm is m h cos multiplied by jm. Now this is just a number, so this is m h cross jm jm, which is equal to 1 by orthonormality. Okay, so the expectation value of jz in the state jm is simply m h cross. Alright, അങ്ങനെയാണ് ഇത് m h cross എന്നുള്ള വാല്യൂ വരുന്നത്. We already have an h cross here, so it is half modulus of m h cross square. That's the minimum uncertainty product. Alright, അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ജനറൽ അൺസർട്ടൻറ്റി. അപ്പോൾ മിനിമം അൺസർട്ടൻറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാഫ് മോഡുലസ് ഓഫ് എം എച്ച് ക്രോസ് സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, ഓൾറൈറ്റ്. നൗ വിത്ത് ദാറ്റ് വിൽ കൺക്ലൂഡ് ദിസ് സെഷൻ. ഇനി നമ്മൾ പ്രോബ്ലംസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ആൾജിബ്ര ഉപയോഗിച്ചുള്ള ബാക്കി പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.